നമുക്ക് തമ്മിൽ തമ്മിൽ അത് കൂട്ടായ്മയുള്ളവരായി ദൈവത്തെ ആരാധിച്ച് സേവിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. हम लोग आपस में सब साथ मिलकर परमेश्वर की आराधना करते हुए आगे की ओर बढ़े. ദൈവമക്കൾ എപ്പോഴും ഏക ഹൃദയമുള്ളവരായിരിക്കണം. जो परमेश्वर के लोग हैं हमेशा एक हृदय एक मन होना चाहिए. ഏക ഹൃദയത്തോടെ ദൈവജനം പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിലും ദൈവത്തിന്റെ വിടുതൽ നടക്കും. एक मन के साथ जब हम लोग परमेश्वर की आराधना करते हैं तो परमेश्वर हर एक चीज से हमें छुटकारा प्रदान करता है. നമുക്കറിയാം പത്രോസ് കാരാഗൃഹത്തിലായിരിക്കുകയാണ്. हम सभी जानते हैं कि जब पतरस उस बंदी गृह में था, ഹെരോദാവിന്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ തന്റെ ആ അധികാരത്തെ വെടിയിപ്പാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. हेरोदेस के चंगुल से छुटकारा किसी भी शक्ति से संभव नहीं है. മരണം മാത്രമാണ് പത്രോസിന്റെ മുമ്പിലുള്ളത്. मृत्यु ही केवल पतरस के सामने एक उपाय था. യാക്കോബിനെ ഹെരോദാവ് വാളുകൊണ്ട് കൊന്നു. याकूब को हेरोदेस ने तलवार से मार गिराया. അത് യഹൂദന്മാർക്ക് വളരെ സന്തോഷമായി എന്ന് മനസ്സിലാക്കിയിട്ട് वो यहूदी लोगों को एक संतोष का एक कारण था ऐसा उन्होंने समझकर ആ പത്രോസിനെയും കൊല്ലുവാനാണ് കാരാഗൃഹത്തിലാക്കിയിരുന്നത്. पतरस को भी मार गिराने के लिए ही उस बंदी गृह में डाला गया था. അവിടെ നിന്നുകൊണ്ട് തന്നെ ഒത്തിരി ദൈവവചനം പറയുവാൻ തക്കണം ഇടയായി തീരും. वहाँ भी हम परमेश्वर के कई वचनों के बारे में हम देख सकते हैं. ദൈവത്തിന്റെ സമയത്തിനു മുമ്പ് ഒരു ശത്രുവിനും ആരെയും തൊടാൻ കഴിയത്തില്ല. लेकिन परमेश्वर के समय से पहले किसी भी शत्रु को परमेश्वर के लोगों को टच भी नहीं कर सकते. ദൈവമക്കളെ, ദൈവം നമുക്കൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. परमेश्वर के लोगों हम लोगों के लिए परमेश्वर ने एक समय निश्चित അതിനു किया. മുമ്പേ നമ്മെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. उससे पहले किसी भी शक्ति को हम लोगों को नाश नहीं कर सकती. പത്രോസിന്റെ ജീവിതത്തിൽ ദൈവികമാകുന്ന യേശുവിന്റെ വാഗ്ദത്തമൊന്നും അവന്റെ ജീവിതത്തിൽ നിറവേറിയിട്ടില്ല. पतरस के जीवन से परमेश्वर कोई भी कार्य पूरा नहीं हुआ है. അതുകൊണ്ട് ഹെരോദാവിന് പത്രോസിനെ കൊല്ലുവാൻ കഴിയത്തില്ല. इसलिए हेरोदेस को पतरस को नहीं मार सकता. എന്നാൽ അവിടെ ചില മുഖാന്തരങ്ങൾ ദൈവം ഒരുക്കുന്നത് കാണുവാൻ കഴിയും വിടുതലിന് വേണ്ടിയിട്ട്. लेकिन परमेश्वर वहां पर कई प्रकार की एक उपाय प्रस्तुत करता है पतरस को कार्य के लिए. ദൈവജനം ഏക മനസ്സോടെ ഏക ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ പത്രോസിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചു. वहां पर पतरस के छुटकारे के लिए परमेश्वर के जनों ने एक मन होकर वहां पर प्रार्थना की. അപ്പോൾ ദൈവമക്കളുടെ അല്ലെങ്കിൽ ദൈവസഭയുടെ ആ ശ്രദ്ധയേറിയ പ്രാർത്ഥന, വിശുദ്ധന്മാരുടെ പ്രാർത്ഥന അത് വളരെ ഫലിക്കുന്നതെന്നാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്. याकूब के पुत्र लोग कहते हैं कि जो परमेश्वर के लोगों की एक साथ की हुई प्रार्थना एक बहुत ही फलदायक प्रार्थना होती है. അപ്പോൾ നമ്മൾ ഏക മനസ്സോടെ നിങ്ങളുടെ ജീവിതത്തിലെയോ കുടുംബത്തിലെ ഏത് വിഷയമാണെങ്കിലും കൈയോട് കൈ കോർത്ത് പിടിച്ചുകൊണ്ട് ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചാൽ വിടുതൽ ലഭിക്കാത്ത ഒരു വിഷയവുമില്ല. हमारे जीवन की, हमारे परिवार की कोई भी अवस्था क्यों ना हो, लेकिन हम एक साथ मिलकर हाथ पे हाथ बांधे हुए परमेश्वर के सम्मुख प्रार्थना करते हैं तो सबका हल है. എന്നാൽ ശത്രുവിന്റെ ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്ന ദൈവജനത്തെ ഒരു മനപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ അനുവദിക്കത്തില്ല. लेकिन शैतान हमेशा कोशिश करता है कि परमेश्वर के लोग एक साथ मिलकर कभी भी आराधना ना करें. അതിന് എന്തെങ്കിലും മുഖാന്തരങ്ങളോ വാക്കുകളോ ശബ്ദങ്ങളോ പിശാചു കൊണ്ടിടും. उसके बीच में कुछ ना कुछ कारण शैतान लाकर डाल देता है. പത്രോസ് പറയുന്നു, നിങ്ങൾ പിശാചിന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ല. वहाँ पतरस कहता है कि तुम लोग शैतान के जो उपाय है उसको समझने वाले हो. അതുകൊണ്ട് ദൈവമക്കൾ പാമ്പിനെ പോലെ ദിവസങ്ങൾ ബുദ്ധിയുള്ളവരായ നിഷ്കളങ്കതയോടെ ഒരു മനസ്സോടെ ദൈവത്തെ ആരാധിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. इसलिए हम लोग एक दिन एक मन के साथ परमेश्वर की आराधना करते हुए आगे बढ़े. വായിച്ച സങ്കീർത്തന ഭാഗത്തേക്ക് നമുക്ക് മടങ്ങി വരാം. आज पढ़े हुए भजन की ओर हम लोग आए. എല്ലാവർക്കും അറിയാവുന്ന സങ്കീർത്തനമാണ്. सभी लोगों को इस भजन के बारे में पता है. പ്രത്യേകമായ മരണത്തോടുള്ള ബന്ധത്തിലാണ് ആ ശുശ്രൂഷരെല്ലാം ഈ സങ്കീർത്തനമാണ് വായിക്കുന്നത്. प्रत्येक रूप से मृत्यु से संबंधित जो वाक्य है इस वचन में लिखे हुए हैं. ഞാൻ വേറൊരു സങ്കീർത്തനമാണ് ധ്യാനിച്ച് വായിക്കുവാനായിട്ടിരുന്നത്. मैं दूसरा एक वचन के बारे में यहाँ पढ़ना चाह रहा था. എന്നാൽ എന്റെ ഹൃദയത്തിലേക്ക് ഈ സങ്കീർത്തനം വായിക്കണമെന്ന് തോന്നി ഞാൻ ഇന്ന് വൽക്കാലം ഈ സങ്കീർത്തനം വായിക്കുവാനിടയായി തീർന്നു. लेकिन मेरे हृदय में परमेश्वर ने आज मुझे ये वचन पढ़ने की एक अनुमति दी है, इसलिए मैं वचन पढ़ना चाहता हूँ. ഇതിന്റെ പശ്ചാത്തലം കാര്യങ്ങളൊക്കെ നമുക്കറിയാം. इसके बारे में हम सबको पता है. ഇത് മോശ എഴുതിയതൊരു സങ്കീർത്തനമാണ്. ये जो भजन संगीत है मूसा के द्वारा रचित है. കാലക്കണക്ക് നോക്കിയാൽ ഏറ്റവും പഴയ സങ്കീർത്തനമാണ് 90 സങ്കീർത്തനം എന്ന് പറയുന്നത്. ये जो 90 भजन संगीत है बहुत पुराना भजन संगीत है. എന്ന് വെച്ചാൽ ദാവീദൊക്കെ ഒത്തിരി സങ്കീർത്തനം എഴുതിയിട്ടുണ്ട്. അതിനെക്കാട്ടും ഒക്കെ മോശ എഴുതിയ ഒരു സങ്കീർത്തനമാണ് 90ാമത്തെ സങ്കീർത്തനം. ये जो 90 भजन संगीत है ये दाऊद के लिखने से पहले मूसा के द्वारा लिखा गया भजन है. അനേക ഇസ്രായേലിൽ മരുഭൂമിയിൽ മരിച്ചു വീഴുകയും തന്റെ സഹോദരനായ അഹരോൻ
ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയും ചെയ്ത എല്ലാ പശ്ചാത്തലം വെച്ചുകൊണ്ടാണ് ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. ये जो भजन संगीता है इस्राएल लोग जो मरुस्थल में मरते समय गिरते समय या फिर हारून की मृत्यु के समय लिखा हुआ भजन है. ആ വളരെ വേദനയോടുകൂടാണ് ഭക്തൻ ഈ സങ്കീർത്തനം പാടിയിരിക്കുന്നത്. बहुत ही दर्द के साथ भक्त ने इस भजन को गाया है. മനുഷ്യൻ ഒന്നുമില്ലെന്നാണ് ഈ സങ്കീർത്തനം വിളിച്ചു പറയുന്നത്. मनुष्य कुछ भी नहीं है ऐसा इस भजन के द्वारा हम देख सकते हैं. എന്നാൽ ദൈവത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നതിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നത്, परमेश्वर के बारे में लिखा हुआ इस पहले वचन में हम देख सकते കർത്താവേ हैं. നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. वहां पर लिखा है कि हे प्रभु तू पीढ़ी से पीढ़ी तक हमारे लिए धाम बना है. പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിന് നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുമ്പേ നീ അനാദിയും ശാശ്വതമായ ദൈവമാകുന്നു. दूसरे वाक्य में इस प्रकार लिखा है कि इससे पहले कि पहाड़ उत्पन्न हुआ या तूने पृथ्वी और जगत की रचना की, वरन अनादि काल से अनंत काल तक तू ही ईश्वर है. ഒന്നും രണ്ടും വാക്യം ദൈവത്തെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. पहला और दूसरा जो आयत है ये परमेश्वर के बारे में बताया गया है. ദൈവം എന്ന് പറഞ്ഞാൽ ആരംഭമില്ല, അവസാനമില്ല. परमेश्वर का मतलब है कि शुरुआत भी नहीं है अंत भी नहीं है. ആ ദൈവം നിത്യനായിരിക്കുന്ന ദൈവമാണ്. परमेश्वर जो एक नित्य है या हमेशा चलने वाला है. എന്നാൽ മൂന്നാമത്തെ വാക്യത്തിൽ മനുഷ്യനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. लेकिन इसके तीसरे आयत में मनुष्य के बारे में बताया गया है. പത്താമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, 10वें आयत में इस प्रकार हम देख सकते हैं ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം. हमारी आयु के वर्ष 70 तो होते हैं, ഏറെയായാൽ 80 സംവത്സരം. चाहे बल के कारण 80 भी हो जाए. അത് ദുഃഖങ്ങളും പ്രയാസങ്ങളും കൊണ്ട് നിറഞ്ഞതാണെന്നാണ് മോശ പറയുന്നത്. मूसा वहां पर कहता है कि वो जो आयु है वो दुष्ट और वह घमंड केवल कष्ट और शोक ही शोक है. എന്നാൽ അവിടെ ഒരു പ്രത്യാശയുടെ വാക്കുകൂടെ താൻ പറയുന്നുണ്ട്. लेकिन वहां पर एक प्रत्याशा के वाक्य भी कहता है, അത് വേഗം തീരുകയും. वहां पर लिखा है कि वह जल्दी कट जाता है. ഏത് നമ്മുടെ കഷ്ടങ്ങളും പ്രയാസങ്ങളും പെട്ടെന്ന് തീരുകയും. उसका मतलब कि हमारा जो कष्ट और दुख है वो जल्दी खत्म हो അത് जाएगा. 80-70 വർഷത്തെ കഷ്ടത്തെ കുറിച്ചാണ് അവിടെ മോശ പറയുന്നത്, അത് വേഗം തീരുമെന്ന്. वहां पर मूसा जो है 70-80 वर्ष के बारे में कहता है कि वो जल्दी खत्म हो जाएगा. 2 कोरिന്ത്യർ 4:17 വായിക്കണ്ട. 2 कोरिന്ത്യർ 4:17, दूसरा कुरिन्थियों 4:17, റോമർ 8:18 പഠിക്കുമ്പോൾ रोमर 8:18 हम पढ़ते हैं तो പൗലോസ് പറയുന്ന നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടമെന്നാണ് പറയുന്നത്. वहां पर पौलुस कहता है कुछ समय के लिए छोटा सा कष्ट है. ദൈവമക്കളെ, ഇതെല്ലാം നമുക്കറിയാവുന്ന വാക്യങ്ങൾ, നിങ്ങൾ ഒത്തിരി പ്രസംഗം കേട്ടിട്ടുള്ളതുമാണ്. परमेश्वर लोग इस सब वचनों के बारे में हम सबको पता है. इसके बारे में काफी കേട്ട वचन सुना है. വചനങ്ങളെ പരിശുദ്ധാത്മാവ് ഒന്നുകൂടെ ഓർപ്പിച്ചുണർത്തുകയാണ് ഈ വാക്യങ്ങളിൽ കൂടെ. इस वाक्य के द्वारा मैं आपको एक और बार याद दिलाना चाहता हूँ. എന്തിനെന്ന് ചോദിച്ചാൽ എബ്രായർ 2-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് പോലെ इब्रानियों की किताब 2 अध्याय उसका पहले आयत हम पढ़े तो അതുകൊണ്ട് വല്ലപ്പോഴും ഒഴുകിപ്പോയി കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതേണ്ടതിന്, कि एक बार पढ़कर हम उसको भूल ना जाए, लेकिन उसको ध्यान से सुनने के लिए അപ്പോൾ കേൾക്കുന്ന വചനം അത് ശ്രദ്ധയോടെ നമ്മൾ കരുതിക്കൊള്ളണം. हम जो वचन सुनते हैं हम उसको ध्यान से सुनना है. അപ്പോൾ പരിശുദ്ധാത്മാ വീണ്ടും നമ്മെ ഒന്നുകൂടെ വചനപ്രകാരം ഓർപ്പിച്ചുണർത്തുകയാണ്. जो परमेश्वर की आत्मा है हमें एक और बार याद कर हमें जगा रही है. ഒന്നും കൂടെ നമുക്ക് അകത്തൊരു പ്രത്യാശ നൽകി തരികയാണ്. हमारे जीवन में एक और आशा हमें वो पैदा कर रही है. ദുഃഖങ്ങളും പ്രയാസങ്ങളും കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയം ഭാരപ്പെടുവാനും വേദനപ്പെടുവാനും ഇടയായി തീരും. हमारा हृदय कई बार दुख और तकलीफ आती है तो हम दर्द से कांप उठते हैं. എന്നാൽ ദൈവവചനം നമ്മെ ആശ്വസിപ്പിക്കുന്നതാണ്. लेकिन परमेश्वर का वचन जो हमें सांत्वना देता है. ദൈവമക്കളെ, ഇതെന്ന് പറയുന്ന ഈ വചനമെന്ന് പറയുന്ന ദൈവത്തിന്റെ ശബ്ദമാണ്. ये जो वचन है ये परमेश्वर का शब्द है. ദൈവത്തിന് നമ്മോട് പറയുവാനുള്ള കാര്യങ്ങളാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. परमेश्वर हमसे क्या कहना चाहता है उसके बारे में इस वचन में लिखा हुआ है. ഏത് സാഹചര്യത്തിൽ നാം ആയിരുന്നാലും നമ്മോട് സംസാരിപ്പാൻ ദൈവത്തിന്റെ വചനത്തിൽ ദൈവത്തിന്റെ ശബ്ദമുണ്ട്. किसी भी परिस्थिति हम क्यों ना हो, लेकिन परमेश्वर का वचन में हमसे बात करने के लिए कई बातें लिखी हुई हैं. അപ്പോൾ ദുഃഖങ്ങളും പ്രയാസങ്ങളും ആയിരിക്കുന്ന നമ്മോട് വചനം സംസാരിച്ച് നമ്മെ ആശ്വസിപ്പിക്കുകയാണ്. हम दुख और तकलीफ की अवस्था में रहते हैं तो परमेश्वर का वचन हमसे बात करता है. നമ്മൾ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഭാരങ്ങളും കണ്ണുനീരുകളും നിറഞ്ഞൊരു ലോകത്തിലാണ് ജീവിക്കുന്നത്. हम जिस दुनिया में रहते हैं वहां पर कई प्रकार कष्ट, परेशानियां, दुख और आंसू हैं. യോബിന്റെ പുസ്തകം 14:1 എഴുതിയിരിക്കുന്നത്, योग की किताब 14वां अध्याय उसका पहले आयत में लिखा हुआ है, സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ, स्त्री के द्वारा उत्पन्न हुआ मनुष्य, അവൻ വാക്യം ഒന്ന് വായിച്ചാട്ടെ, കഷ്ടസമ്പൂർണനും മോനെ ഹിന്ദിയിൽ വായിക്കാമെങ്കിൽ വായിച്ച കുഴപ്പമില്ല.
ഇയ്യോബ് 14:1, ഇയ്യോബ് 14:1 अय्यूब വാക്യം. की किताब 14वां अध्याय उसका पहला है। എടുത്തവർ വായിച്ചു. സജീവ मनुष्य जो स्त्री से उत्पन्न होता है ആ സ്ത്രീയിൽ നിന്ന് ജനിച്ച മനുഷ്യൻ वह थोड़े दिनों का और दुख से भरा रहता है। അല്പായുസുള്ളവനും കഷ്ടങ്ങളെ കൊണ്ട് നിറഞ്ഞവനുമാണ്. എന്റെ താഴെ മനുഷ്യന്റെ കാര്യം കൂടെ അവിടെ എഴുതിയിട്ട് താഴോട്ട് വായിച്ചോ. उसके नीचे पढ़े तो मनुष्य के बारे में लिखा हुआ है कि वह फूल की नहीं खिलता, അവൻ പൂ പോലെ വിടർന്ന് फिर तोड़ा जाता है, പൊഴിഞ്ഞു പോകുന്നതും वह छाया की रीति पर ढल जाता है, നിലനിൽക്കാത്ത നിഴൽ പോലെയും ഓടിപ്പോകുന്നെന്നാണ് എഴുതി. അപ്പോൾ വചനം പറയുന്നത്, ഭക്തൻ പറയുന്നത്, മനുഷ്യ സ്ത്രീ പ്രസവിച്ച എല്ലാ മനുഷ്യനും കഷ്ടങ്ങളാൽ നിറങ്ങിയതാണ് അവന്റെ ജീവിതം. इसका मतलब यह वचन में लिखा हुआ है कि मनुष्य जो स्त्री से उत्पन्न होता है वह थोड़े दिनों का है और बहुत कष्ट सहता है। എങ്ങനെയാണ് മനുഷ്യന്റെ ജീവിതത്തിൽ കഷ്ടം വന്നത്? मनुष्य के जीवन में दुख या कष्ट किस प्रकार आया है അത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. उसके बारे में उल्पत्ति किताब पहले अध्याय में पढ़ सकते हैं। ആ കഷ്ടം ഉള്ളവനായിട്ടല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. मनुष्य की जो सृष्टि है परमेश्वर ने कष्ट के द्वारा नहीं किया है। ആ ഉൽപ്പത്തി 3:16 കർത്താവ് പറയുന്നു, उल्पत्ति की किताब 3रा अध्याय उसके 16वां आयत में परमेश्वर कहता है, ദൈവം ഹവ്വായോട് പറയുന്ന കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത് 3:16. ആ ആ ആ ഇവിടെയാണ് കഷ്ടങ്ങളും വേദനകളും മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വരുന്നത്. वहां पर लिखा हुआ है कि परमेश्वर ने स्त्री से उससे कहा, मैं तेरी पीड़ा और तेरे गर्भवती होने के दुख को बहुत बढ़ाऊंगा, तू पीड़ित होकर बालक उत्पन्न करेगी और तेरी लालसा तेरे पति की ओर होगी। മതി അവിടെ താഴോട്ട് വായിക്കുമ്പോൾ ഭൂമിയിൽ മനുഷ്യന്റെ നിമിത്തം ശാപങ്ങള്, മുള്ള്, പുറക്കാര എന്നീ കാര്യങ്ങളൊക്കെ ഇവിടെ കടന്നു വരുവാനിടയായി തീർന്നു. वहां पर नीचे को पढ़े तो मनुष्य के द्वारा शाप वगैरह उसके बारे में लिखा हुआ है। കഷ്ടങ്ങളും പ്രയാസങ്ങളും മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വന്നത് മനുഷ്യൻ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചതിന്റെ ഫലമായിട്ടാണ്. इसका मतलब वचन में वहां पर व्यक्ति रूप से लिखा है कि जो मनुष्य के लिए कष्ट आए वो मनुष्य के द्वारा किया, मनुष्य ने परमेश्वर के खिलाफ किए वो पाप के कारण आया। എന്നാൽ ഈ കഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നിലനിൽക്കത്തില്ല. लेकिन ये जो कष्ट है दुख है हमेशा एक स्थिर नहीं होता है। അപ്പോൾ ഈ ലോക ജീവിതം കഷ്ടങ്ങളും പ്രയാസങ്ങളും കൊണ്ട് നിറഞ്ഞതാണ്. ये जो दुनिया में हम रहते समय दुख और कष्ट के द्वारा भरा അപ്പോൾ हुआ है। ദൈവമക്കളെ കഷ്ടങ്ങളിൽ നിങ്ങൾ തളർന്നു പോകരുത്, നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്. इसलिए परमेश्वर के लोगों के दुख के सामने हमें कभी भी दुखित नहीं होना है। വളരെ ദുഃഖങ്ങൾ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. कई प्रकार दुख या परेशानी हम सबके जीवन में आ सकता है। എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നത്, लेकिन एक बात मैं आपसे कहना चाहता हूँ, പൗലോസ് പറയുന്ന പോലെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഈ കഷ്ടത്തിന് എന്നെ പിന്തിരിപ്പിക്കുവാൻ കഴിയത്തില്ല. लेकिन जिस प्रकार पौलुस कहता है कि कितनी प्रकार तकलीफ क्यों ना, लेकिन हमें वो तकलीफ परमेश्वर से अलग नहीं कर सकती। ഏത് കഷ്ടങ്ങൾ എന്റെ ജീവിതത്തിൽ കടന്നു വന്നാലും, कोई भी कष्ट मेरे जीवन में क्यों ना आए, അതേ കഷ്ടതയെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഭക്തനായിരിക്കുന്ന ഇയ്യോബ് എന്താണ് പറയുന്നത്? कष्ट के लिए जो परमेश्वर का भक्त है ये अय्यूब ने क्या लिखा हुआ है ശവപ്പെട്ടികൾ തന്റെ മുമ്പിൽ നിരന്നിരിക്കുകയാണ്. कि एक शव को रखने का जो पेटी होती है उसमें जब लाइन से रखा हुआ है, അതേ മക്കളുടെ ശവങ്ങൾ നിരന്നിരിക്കുകയാണ്. अय्यूब के बच्चों का जो शव है वो लाइन से जमा कर അവർക്ക് रखा हुआ है। കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരുടെ ശവപ്പെട്ടികൾ നിരന്നിരിക്കുകയാണ്. जो बच्चे हैं उनकी जो लाश है वो उस पेटी में रखा हुआ है। ഇതെല്ലാം നിരന്നിരിക്കുമ്പോഴും ഭക്തൻ ദൈവത്തെ മുറുകെ പിടിക്കുകയാണ്. जब ये लाश उसके सामने रखी है उसके बावजूद भी वो परमेश्वर को कसकर पकड़े हुए തന്റെ हैं। കഷ്ടത സഹിക്കാൻ വയ്യാതെ അവൻ ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും आप वो कष्टों को नहीं सह सकता है, ऐसी बातें वो कहता है तो भी, ദൈവത്തിലുള്ള പ്രത്യാശ താൻ കൈവിട്ടില്ല. लेकिन परमेश्वर के लिए जो आशा है वो उसने कभी नहीं छोड़ा। ദൈവത്തോടുള്ള സ്നേഹം അവന്റെ ജീവിതത്തിൽ കുറഞ്ഞു പോയില്ല. परमेश्वर के लिए जो स्नेह था उसके जीवन में कभी कम नहीं ഇയ്യോബ് हुआ। പറയുകയാണ്, इय्योब कहता है, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായിട്ട് കാത്തിരിക്കും. अय्यूब कहता है यदि वो मुझे मार भी डाले तो मैं उसका इंतजार करूंगा। ദൈവമക്കളെ, ഈ ദൈവ സ്നേഹം നിങ്ങളുടെ അകത്തുണ്ടായിരിക്കണം. ये जो परमेश्वर का स्नेह या प्रेम है हम सबको അവൻ जीवन में होना എന്നെ चाहिए। കൊന്നാലും ഞാൻ അവനായിട്ട് കാത്തിരിക്കും. यदि परमेश्वर मुझे मार भी डाले तो मैं उसका इंतजार करूंगा। ദൈവ പൈതലേ, നീ ദൈവത്തിന്റെ കരത്തിലാണ്. परमेश्वर के लोग आप सभी परमेश्वर के हाथों में हैं। നിന്നോട് എന്തും ചെയ്യുവാൻ ദൈവത്തിന് അധികാരമുണ്ട്. आपसे कुछ भी करने के लिए परमेश्वर को अधिकार है। എന്നാൽ ദോഷത്തിനായ ഒരു പരീക്ഷണം നിന്റെ
നിന്റെ ജീവിതത്തിൽ ദൈവം തരത്തില്ല. लेकिन दोष के लिए अपने जीवन में परमेश्वर कुछ भी नहीं करेगा. ദൈവമക്കളെ, ദൈവത്തിന്റെ പ്രവൃത്തികളെ പലപ്പോഴും എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. परमेश्वर का जो कार्य कभी आप लोगों को या मुझे पता नहीं पड़ता. നമ്മൾ ഒത്തിരി ചോദ്യം ദൈവത്തോട് ചോദിക്കും, എന്തുകൊണ്ട് കർത്താവ്? कई बार हम परमेश्वर सवाल पूछते हैं कि परमेश्वर ऐसा क्यों. ഞാനും ദൈവത്തോട് ഒത്തിരി ചോദ്യം ചോദിച്ചിട്ടുണ്ട്. मैंने भी परमेश्वर से कई सवाल पूछे हैं. ചോദ്യം ചോദിക്കുവാൻ അവകാശമില്ലെങ്കിലും सवाल पूछने का अधिकार नहीं है तो भी നമ്മുടെ പിതാവ് പുത്ര ബന്ധത്തിൽ കടന്നു വന്ന് ചോദിക്കുവാൻ കഴിയും. लेकिन एक पिता और पुत्र के जिस प्रकार हमारा संबंध है, उस संबंध को हम याद रखकर पूछते हैं. പിതാവാണ് നമ്മുടെ കർത്താവ് എന്ന് പറയുന്നത്. हमारा पिता हमारा परमेश्वर ऐसा हम कहते हैं. ആ സ്നേഹബന്ധത്തിൽ കടന്നു വരുമ്പോൾ, उस स्नेह के बंधन में जब हम आते हैं तो നമ്മുടെ അപ്പനോട് നമ്മൾ പറയുന്നത് പോലെ, ചോദിക്കുന്നത് പോലെ, जिस प्रकार हमारे पिता से हम पूछते हैं या मांगते हैं, നമ്മുടെ പിതാവിനോട് നമുക്ക് ചോദിക്കുവാൻ കഴിയും. हमारे पिता से भी हम मांग सकते हैं या पूछ सकते हैं എന്തുകൊണ്ട് കർത്താവേ, कि मुझसे ऐसा क्यों परमेश्वर, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ऐसा क्यों हुआ परमेश्वर. ഞാൻ ദൈവത്തോട്, കർത്താവേ, ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചതല്ലേ? मैं हम परमेश्वर से पूछते हैं कि परमेश्वर मैंने काफी प्रार्थना किया था, അത് എന്നോട് പറഞ്ഞ കാര്യമല്ലേ? मैं आपसे ऐसा कहा हुआ बातें हैं, പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? फिर ऐसा क्यों हुआ. ഈ കഴിഞ്ഞ ദിവസം ആ വിഷയത്തിന്റെ മേലും വളരെ ദൈവത്തെ സന്നിധി നെടുവാർപ്പിടുവാനിടയായി തീർന്നു. कई बार पिछले दिनों में मैंने भी ऐसी बातों को परमेश्वर के सम्मुख रखा. ദൈവജനത്തിന് വേണ്ടി മുട്ടിപ്പോയി പ്രാർത്ഥിക്ക് ദൈവത്തോട് പക്ഷപാതം ചെയ്യുമ്പോൾ, जब परमेश्वर से हम प्रार्थना करके उसके जब हम मल्लयुद्ध करते हैं, ഞാൻ പറഞ്ഞില്ല, പലപ്പോഴും നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ 4 മണിക്കും മറ്റും എഴുന്നേറ്റ് ദൈവജനത്തിന് വേണ്ടി സ്തോത്രം ചെയ്യും. जब मैं सोता हूँ तब भी मैं 4 या 5 उठकर हमेशा परमेश्वर वचन के लिए धन्यवाद देता हूँ. ഞാനായിരിക്കുന്ന ദൈവസഭയിൽ ആർക്കും കഷ്ടം വരുന്നത് എനിക്ക് സഹിക്കുവാൻ കഴിയത്തില്ല. मेरे सभा के किसी भी लोगों को कष्ट या दुख आना मुझे अच्छा नहीं लगता. ആരുടെയും വേദനകൾ കാണുവാൻ എന്നെ കൊണ്ട് കഴിയത്തില്ല. किसी का भी दर्द मैं सह नहीं सकता. അതുകൊണ്ട് ദൈവത്തോട് മുട്ടിപ്പോയി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. इसलिए परमेश्वर सम्मुख मैं घुटने टेकर हमेशा प्रार्थना करता हूँ. അത് കഴിയുമ്പോൾ വീണ്ടും 9-10 മണിയാകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. उसके बाद भी फिर 9 या 10 बजे फिर मैं एक बार परमेश्वर से प्रार्थना करता हूँ. ആഹാരം കഴിഞ്ഞിട്ടിരുന്ന് പ്രാർത്ഥിക്കും. कई बार मैं खाना खाने के पश्चात प्रार्थना അത് വൈകിട്ടും ഇരുന്ന് പ്രാർത്ഥിക്കും. फिर शाम को बैठ कर प्रार्थना കുറയാതെ 1 മണിക്കൂറെങ്കിലും ദൈവസന്നിധിയിൽ ഇങ്ങനെ നിരന്തരമായി ദൈവത്തോട് പ്രാർത്ഥിക്കും. कम से कम 1 या 1.5 घंटा में लगातार ऐसे परमेश्वर सम्मुख प्रार्थना करता हूँ. പിന്നെയും പലത് കടന്നു വരുമ്പോൾ ചോദിക്കും, കർത്താവേ എന്തുകൊണ്ട്? फिर भी लेकिन परमेश्वर से मैं ऐसा सवाल पूछता हूँ कि परमेश्वर ऐसा ദൈവമക്കളെ, ദൈവഹിതത്തെ അല്ലെങ്കിൽ ദൈവം നിവർത്തിക്കും. क्यों? परमेश्वर लोगों जो परमेश्वर हित है परमेश्वर से पूरा करेगा. ദൈവത്തിന് ഇഷ്ടമുള്ളത് ദൈവം ചെയ്യും. परमेश्वर को जो अच्छा लगता है परमेश्वर वो करेगा. നീ ഇത് ചെയ്തുവെന്ന് നിന്നോട് ചോദിക്കുന്നത് ആരെന്ന് വചനം പറയുന്നു? परमेश्वर का वचन कहता है कि ആ ദൈവമക്കളെ, ദൈവത്തിന് എന്തും ചെയ്യുവാൻ അധികാരമുണ്ട്. परमेश्वर को कुछ भी करने का अधिकार എന്നാൽ है. ദൈവം ചെയ്യുന്ന പ്രവൃത്തിയുടെ പിന്നിലെ ഉദ്ദേശം പലപ്പോഴും നമുക്ക് മനസ്സിലാകത്തില്ല. लेकिन परमेश्वर ऐसा क्यों करता है, उसके पीछे क्या कारण हम में से किसी को नहीं पता. ചിലപ്പോൾ ദൈവം വെളിപ്പെടുത്തിയൊന്നും ഇരിക്കത്തില്ല. लेकिन परमेश्वर कभी हो सकता है कि हमें वो नहीं दिखाता. ഒരു കാര്യം മനസ്സിലാക്കുക, एक बात हम जान लें ദോഷത്തിന് വേണ്ടി അവൻ ഒന്നും ചെയ്യത്തില്ല. कि कोई भी बुरे के लिए परमेश्वर कुछ ഈ भी ഒരു नहीं करता. വിശ്വാസം അകത്തുണ്ടായിരിക്കണം. ये जो विश्वास हम सबको जीवन എന്റെ में ദോഷത്തിന് വേണ്ടി, എന്റെ കുഞ്ഞുങ്ങളുടെ അല്ല എന്റെ കുടുംബത്തിന്റെ ദോഷത്തിന് വേണ്ടി ദൈവം ഒന്നും ചെയ്യുകയില്ല. हमेशा विश्वास रखे कि परमेश्वर मेरे बुराई के लिए कोई भी ऐसा काम नहीं करता. അതുപോലെ ദൈവമക്കളെ, ഭക്തന്മാർ ദൈവത്തെ എങ്ങനെ സ്നേഹിച്ചു ആ സ്നേഹ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. इसी प्रकार परमेश्वर के भक्त लोगों जिस प्रकार परमेश्वर की सेवा की, उससे प्यार किया, हमारे जीवन में होना चाहिए. യോബിന്റെ പുസ്തകം 19:25 താൻ ഇങ്ങനെയാണ് പറയുന്നത്. ईयोब की किताब 19 का 20वां आयत में इस प्रकार लिखा हुआ. 19:25 19:25 19 के 25 में इस प्रकार लिखा हुआ. അവിടെ പറയുന്നു, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു. അവനൊടുവിൽ പൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. എന്റെ തൊലി, എന്റെ ശരീരം, തൊക്കുന്നവരെ കേവലം അത് തൊലിയെ കുറിച്ചല്ല, എന്റെ ശരീരം ഇങ്ങനെ നശിച്ചതിന് ശേഷം ഞാൻ ദേഹമുള്ളവനായി ദൈവത്തെ കാണും. ഇതാണ് ഭക്തന്റെ പ്രത്യാശ എന്ന് പറയുന്നത്. കണ്ടെങ്കിൽ यहाँ पर लिखा हुआ है की किताब 19 के 25 और 26 में लिखा हुआ है, मुझे तो निश्चय है कि मेरा छुड़ाने वाला जीवित है. എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. मेरा छुड़ाने वाला जीवित है. ദൈവമക്കളെ, ദൈവവചനം എഴുതിയിട്ടില്ല. परमेश्वर के लोगों वचन नहीं लिखा है. ഭൂമിയിൽ വേറെ ആരാധനകളൊന്നുമില്ല. भूमि पर दूसरा कोई आराधनालय नहीं है. ന്യായപ്രമാണങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ദൈവവചനം ഉണ്ടായിരുന്നില്ല. जो परमेश्वर का वचन है वो नहीं था.
ഭക്തന്റെ പ്രത്യാശ നോക്കിക്കോണം. उस भक्त की जो आशा है उसको देखो। യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് യോബിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. अय्यूब के जीवन में प्रभु यीशु मसीह के लिए एक दर्शन था। വീണ്ടെടുപ്പുകാരൻ ആരാണ്? യേശു ക്രിസ്തുവാണ്. छुटकारा देने वाला कौन है? प्रभु यीशु मसीह है। അപ്പോൾ ഭക്തൻ പറയും, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുകയാണ്. वहां पर भक्त लिखता है कि मेरा छुड़ाने वाला जीवित है। ഞാൻ മരിച്ചാലും എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുകയാണ്. यदि मैं मर भी जाऊं तो मेरा छुड़ाने वाला जीवित है। അവൻ പൊടിമേൽ ഭൂമിയുടെ മേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. वहां पर लिखा है कि वह अपनी വായിച്ചോ वहां पर लिखा, वो मेरी खाल के इस प्रकार का नाश हो जाने के बाद भी मैं शरीर में होकर परमेश्वर का दर्शन पाऊंगा। അവിടെ യേശു ക്രിസ്തുവിന്റെ ആ വരവിന്റെ പ്രത്യാശ ഭക്തനകത്ത് കടന്നു വരികയാണ്. वहां पर जो भक्त के हृदय में प्रभु यीशु मसीह के आगमन का दर्शन है। യേശു ഭൂമിയിൽ കടന്നു വരുമെന്ന് ഭക്തൻ വിശ്വസിക്കുകയാണ്. भक्त वहां विश्वास करता है कि प्रभु यीशु मसीह दुनिया पर लौट कर आएगा। എന്റെ ഈ ശരീരം നശിച്ചു പോയാലും, मेरा शरीर नाश हो जाए तो भी, ദൈവമക്കളെ, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് परमेश्वर को जो हमारा शरीर है, നമ്മുടെ ആത്മാവിനെ വസിക്കുവാനുള്ള हमारे आत्मा को रहने के लिए ഒരു കൂടാരമാണ് ഈ ശരീരം എന്ന് പറയുന്നത്. ये जो शरीर है हमारी आत्मा को रहने का एक तंबू है। ശ്രദ്ധിക്കണമേ, ഈ ശരീരം എന്ന് പറയുന്നത് हमें ध्यान देना है यहाँ पर कि शरीर നമ്മുടെ ആത്മാവിന് വസിക്കുവാനുള്ള हमारी आत्मा को रहने के लिए വീടല്ല, ഒരു കൂടാരമാണ്. घर नहीं है, एक तंबू है। ആ കൂടാരം എന്ന് പറഞ്ഞാൽ അത് നിത്യമല്ല. जो तंबू का मतलब कि वो स्थिर नहीं होता है। എപ്പം വേണമെങ്കിലും പൊളിച്ചു കളയാവുന്നതാണ്. कभी भी हम उसको हटा सकते हैं या नाश कर सकते हैं। ഇസ്രായേലിന്റെ ജീവിതയാത്രയിൽ മരുഭൂമിയിൽ इसराइल के जीवन की यात्रा में जब मरुस्थल में थे 40 വർഷം 40 साल അവർ കൂടാരത്തിലാണ് വാർത്തിരുന്നത്. तंबू में वो लोग रहे थे। അത് 40 വർഷങ്ങൾ അവർ മാറി മാറി കൂടാരങ്ങളെ മാറ്റിയിടിക്കുവാൻ ഇടയായി തീർന്നു. 40 साल वो तंबू से एक तंबू से दूसरे तंबू में ऐसे शिफ्ट होते रहते थे। ദൈവമക്കളെ, എത്ര നാൾ ഒരിടത്ത് പാർക്കണമെന്ന് ദൈവമാണ് അവർക്ക് അരുളപ്പാട് കൊടുത്തിരിക്കുന്നത്. एक जगह पे कितना समय रहना है वो परमेश्वर ने उनको दर्शन दिया था। കാളനാദം കേൾക്കുമ്പോൾ അവർ കൂടാരങ്ങളെ അവിടുന്ന് മാറ്റണം. तुरही का शब्द जो Praise the सुनेंगे उस समय उनको तंबू वहां से हटाना है। അപ്പോൾ ഈ നമ്മുടെ ഈ ശരീരം എന്ന് പറയും, ഈ കാണുന്ന പുറത്തെ ഈ ദേഹം എന്ന് പറയുന്നത് इसका मतलब ये हमें जो देह या हमारा शरीर जो दिखता है ആത്മാവിന് വസിക്കുവാനുള്ള കൂടാരമാണ്. आत्मा को रहने के लिए एक तंबू है। കൂടാരം പൊളിഞ്ഞു പോകും. तंबू हमेशा तोड़ दिया जाता है। പത്രോസ് പറയുന്നു, पतरस कहता है എന്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ സമയമായി. कि मेरा तंबू को तोड़ने या हटाने का समय आ गया है। മനുഷ്യൻ എന്ന് പറയുന്നത്, मनुष्य मतलब ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്, एक बार से पहले ही मैंने बताया 3 ഘടകങ്ങളാണ്, അല്ലെ 3 വ്യക്തിത്വങ്ങളാണ്. उसका 3 भागों में विभाजित किया गया है। 3 ഘടകങ്ങൾ, അതാണ് ശരി. 3 ഘടകങ്ങളാണ്. 3 भाग है। ഒന്ന് നമ്മുടെ ദേഹം, पहला एक ही हमारा शरीर, നമ്മുടെ പുറത്ത് കാണുന്ന ഈ ശരീരം. पहला एक ही हमारा जो बाहर दिखता है शरीर या देह। അത് വചനം പറയുന്നത് ഇത് മണ്ണുകൊണ്ടാണ് ഉണ്ടാക്കിയത്. वो वचन कहता है ये मिट्टी के द्वारा बनाया നിങ്ങൾ गया। വീട്ടിൽ ഉൽപ്പത്തി 2:17 കാണുവാൻ കഴിയും. उल्पत्ति किताब 2 अध्याय के 17वें आयत में पढ़ सकते हैं। ആ മനുഷ്യനെ ദൈവം മണ്ണുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. मनुष्य को परमेश्वर ने मिट्टी के द्वारा बनाया है। ഉൽപ്പത്തി 3:19 പറയുന്നു, उल्पत्ति किताब 3 अध्याय के 19वें आयत में लिखा നീ है മണ്ണിലേക്ക് തിരികെ ചേരും. कि तू उस मिट्टी में ही वापस मिल जाएगा। അപ്പോൾ നമ്മുടെ ശരീരത്തെ മണ്ണുകൊണ്ടുണ്ടാക്കി, मतलब हमारा शरीर को मिट्टी के द्वारा बनाया गया ഈ है ശരീരം മണ്ണിലേക്ക് തിരികെ ചേരും. और ये शरीर वापस मिट्टी में मिल जाएगा। യോബിന്റെ പുസ്തകം 4:19 ഒന്ന് വായിച്ച് അവിടെ എഴുതിയിരിക്കുന്ന യോബ് 4:19 എഴുതിയിരിക്കുന്നത് योग की किताब 4 अध्याय 19वां आयत हम पढ़े तो वहां लिखा हुआ है। യോബ് 4:19. आ, 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 और जिनकी नींव मिट्टी में डाली गई है आ, और जो पतंगे के समान पीस जाते हैं आ, उनकी क्या गणना। ആ മലയാളം മേവി പഠു. ഒടുവിൽ ഉത്ഭവിച്ചു, ആ. മൺപുരകളിൽ പാർത്തു, ആ. പുഴുപോലെ ചതഞ്ഞു പോകുന്നവരിൽ എത്രയധികം. അപ്പോൾ ഈ ഭക്തനായ യോബ് പറയുന്നത്, वहां पर जो भक्त योग इस प्रकार कहता है നമ്മളെ മണ്ണ് കൊണ്ടുണ്ടാക്കി, कि हमें मिट्टी के द्वारा बनाया गया है। ആ ദൈവമക്കളെ മണ്ണ് കൊണ്ടുണ്ടാക്കിയ വീടുകളിലാണ് നമ്മൾ പാർക്കുന്നത്. मिट्टी के द्वारा बनाए गए घरों में हम रहते हैं। മണ്ണിൽ നിന്നാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത്. मिट्टी के द्वारा उत्पन्न हुआ वस्तु हम खाते ആ, हैं। ഏത് വലിയ കൂടി ആഹാരം കഴിച്ചാൽ എല്ലാം മണ്ണിൽ നിന്നുണ്ടായതാണ്. कितना भी महंगा आहार क्यों ना कहे लेकिन वो मिट्टी के द्वारा उत्पन्न होता है। അപ്പോൾ മണ്ണ് കൊണ്ടുണ്ടാക്കി,
इसका मतलब मिट्टी के द्वारा बनाया गया, മണ്ണുകൊണ്ട് ജീവിക്കുന്നു, मिट्टी के द्वारा हम जीवित रहते हैं, മണ്ണിൽ പാർക്കുന്നു, मिट्टी में रहते हैं, മണ്ണിലേക്ക് തിരികെ ചേരുന്നു. मिट्टी में ही वापस मिल അത് जाते നമ്മുടെ ഈ പുറത്തെ ശരീരത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. हैं। ये जो हमारा बाहरी देह के बारे में बताया गया। സഭാപ്രസംഗി 12:7 കാണുവാൻ കഴിയും. സദോപദേശം सभोपदेश 12:7 12 के 7 में पढ़ सकते हैं। ആ പൊടി പണ്ടായിരുന്നത് പോലെ പൊടിയിലേക്ക് തിരികെ ചേരും മണ്ണ്. मिट्टी में बनाया गया, हम वापस मिट्टी में मिल जाएंगे, ऐसा वहाँ लिखा हुआ ഈ है। ശരീരം മണ്ണാണ്, ഇത് മണ്ണിലേക്ക് തിരികെ ये ചേരും. जो शरीर है मिट्टी है, मिट्टी में ही वापस मिल जाएगा। ഒന്നേ നമ്മുടെ പുറത്തെ മനുഷ്യൻ, അല്ലെങ്കിൽ ഈ ശരീരം, അല്ലെങ്കിൽ ഈ ദേഹം. पहला हमारा बाहरी मनुष्य है, हमारा शरीर है, हमारा देह। രണ്ട് ദേഹി അല്ലെങ്കിൽ അകത്തെ മനുഷ്യൻ. दूसरा देह या हमारे अंदर का मनुष्य, അത് നമുക്ക് കാണാൻ പറ്റത്തില്ല. वो हम देख नहीं सकते। ദൈവമക്കളെ, ഈ അകത്തെ മനുഷ്യനിലാണ് ജീവനുള്ളത്. ये जो हमारा अंदर का मनुष्य, इसके अंदर ही जीवन होता है। ആ മനുഷ്യന്റെ അകത്താണ് ചിന്തകളും വിചാരങ്ങളും വികാരങ്ങളും ഒക്കെ അകത്തെ മനുഷ്യനിലാണുള്ളത്. ये अंदर का जो मनुष्य, इसके अंदर ही की चिंताएं या दुख वगैरह वास करती है। നമ്മുടെ വിചാരങ്ങളും ചിന്തകളും വികാരങ്ങളും എല്ലാം അകത്തെ മനുഷ്യനാണുള്ളത്. हमारी चिंता विचार जो भी हम सोचते हैं वो हमारे अंदर ही मनुष्य में ही वास करता है। മൂന്ന് നമ്മുടെ ആത്മാവ്. तीसरा होता है आत्मा। മൂന്ന് ഘടകമാണുള്ളത്. 3 भाग होते हैं। ഒന്ന് നമ്മുടെ പുറത്തെ മനുഷ്യൻ, पहला हमारा बाहरी मनुष्य, ഇത് നമുക്ക് കാണുവാൻ കഴിയും. ये हम देख सकते हैं। രണ്ട് അകത്തെ മനുഷ്യൻ, दूसरा अंदर का मनुष्य, കാണാൻ പറ്റത്തില്ല. इसको हम देख नहीं सकते। നിങ്ങളെ എല്ലാവരും അല്ല എന്നെ നിങ്ങൾക്ക് കാണാം, എന്നല്ല എന്റെ അകത്തെ മനുഷ്യനെ കാണാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. जिस प्रकार आप मुझे देख सकते हैं, लेकिन मेरे अंदर के मनुष्य को नहीं देख सकते എന്റെ हैं। ചിന്തകളും വിചാരങ്ങളും നിങ്ങളുടെ ചിന്തകളും വിചാരങ്ങളും ഒന്നും ആർക്കും മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. അത് ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. मेरी चिंताएं विचार या आपके चिंता विचार हम एक दूसरे से नहीं जान सकते, लेकिन परमेश्वर जान सकता है। ആ മൂന്നേ നമ്മുടെ ആത്മാവ്. तीसरा हम सबकी आत्मा। നമുക്കറിയാം, ഉൽപ്പത്തി 2:17 നമ്മൾ വായിക്കുമ്പോൾ, उल्पत्ति किताब 3 अध्याय उसका 2:17 നമ്മൾ വായിക്കുമ്പോൾ, 2 का 17 में पढ़े तो ദൈവം മനുഷ്യനെ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് मनुष्य ने परमेश्वर ने मनुष्य को मिट्टी से बनाने के बाद അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി. उसके नाक में जीवन का श्वास को അപ്പോൾ फूंका। ജീവന്റെ ശ്വാസമൂതിയപ്പോൾ जब जीवन का श्वास को फूका गया, ഉണ്ടായി വന്ന ഘടകമാണ് ആത്മാവെന്ന് പറയുന്നത്. तब जो भाग उत्पन्न हुआ उसको हम बोलते हैं आत्मा। ആത്മാവെന്ന് പറയുന്നത് അപ്പോൾ അത് ദൈവത്തിൻ്റെതാണ്. इसका मतलब कि जो आत्मा है वो परमेश्वर का दान है। വാസ്തവത്തിൽ ആത്മാവിനെ മാത്രമേ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളൂ. वास्तव में हम देखें तो सिर्फ आत्मा की सृष्टि परमेश्वर के द्वारा हुआ। മനുഷ്യന്റെ സൃഷ്ടിയെ കുറിച്ച് 3 വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും ഇപ്പോൾ കടന്നു പോകുന്നില്ല. मनुष्य की सृष्टि के बारे में 3 भाग बताए गए, लेकिन वहां की ओर मैं भी नहीं जाना चाहता। അത് ഇന്ത്യയിൽ എനിക്കറിയാം, സൃഷ്ടിച്ചു, നിർമ്മിച്ചു, ഉണ്ടാക്കി എന്നൊരു 3 വാക്കാണ്. മനുഷ്യന്റെ സൃഷ്ടിയെ കുറിച്ച് 3 വാക്ക് പറഞ്ഞിട്ടുണ്ട്. मनुष्य की सृष्टि के बारे में 3 बातें बताई गई। അതിന്റെ ഗ്രീക്ക് വേർഡുകളൊക്കെ മനസ്സിലാക്കിയാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. उसका ग्रीक वर्ड के बारे में पढ़े तो ही हम आगे को समझ सकते हैं। അതിലൊന്നാണ് സൃഷ്ടിക്കുക എന്ന് പറയുന്നത്. उसमें से एक है रचना करना है, सृष्टि करना। മനസ്സിലാക്കുക എന്ന് പറയും, ഒന്ന് ഉണ്ടാക്കുക. उसका एक मतलब बनाना। ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഉള്ള വസ്തുവിൽ നിന്ന് വേറൊരു വസ്തുവിനെ ഉണ്ടാക്കുക. उसका मतलब कि जो हमारा वस्तु है उसके द्वारा दूसरा वस्तु बनाना। അപ്പോൾ നമ്മുടെ ശരീരത്തെ ദൈവം ഉണ്ടാക്കി, മണ്ണ് കൊണ്ട് കുഴച്ചുണ്ടാക്കി. इसका मतलब कि मिट्टी के द्वारा परमेश्वर ने हमारे शरीर की रचना അത് की। ഭൂമിയിലുള്ളൊരു വസ്തുവാണ്. इसका मतलब जो मिट्टी जो है वो इस भूमि की एक वस्तु थी। അതിന്റെ വേറൊരു വാക്കാണ് ഒരു വസ്തുവിൽ നിന്ന് വേറൊരു വസ്തുവിനെ ഉണ്ടാക്കുക. इसका एक वाक्य और है कि एक वस्तु के द्वारा दूसरा वस्तु को बनाना। അതുകൊണ്ട് മണ്ണ് കൊണ്ട് നമ്മുടെ ശരീരത്തെ ഉണ്ടാക്കി. इसका मतलब कि मिट्टी के द्वारा हमारे शरीर को बनाया गया। സൃഷ്ടിക്കുക എന്ന് പറയുന്നത് सृष्टि करना मतलब ഒന്നുമില്ലാത്ത ഒന്നിനെ ഉളവാക്കുക. सृष्टि करना मतलब जो कुछ भी नहीं है उसके द्वारा बनाना। അതാണ് നമ്മുടെ ആത്മാവെന്ന് പറയുന്നത്. वो है हम सबकी आत्मा। ആത്മാവെന്ന് പറഞ്ഞ ദൈവീക അംശമാണ് മനുഷ്യനുള്ള ആത്മാവെന്ന് പറയുന്നത്. आत्मा का मतलब परमेश्वर का एक अंश जो मनुष्य के अंदर है। മൂക്കിൽ ജീവശ്വാസം ഊതിയപ്പോൾ मतलब जो हमारे नाकों में जब जीवन का श्वास फूका गया, ദൈവത്തിന്റെ ജീവൻ മനുഷ്യനിലേക്ക് കടന്നു വന്നു. उस समय परमेश्वर का जो जीवन था वो मनुष्य में आया। അങ്ങനാണ് നമുക്ക് ജീവൻ ഉണ്ടായത്. उसी प्रकार हम सब में जीवन आया। അപ്പോൾ ഊതിയപ്പോൾ ഒരു ആത്മാവ് സൃഷ്ടിക്കപ്പെട്ടു, പുതുതായിട്ടൊരു ആത്മാവ് ഉണ്ടാക്കപ്പെട്ടു. इसका मतलब परमेश्वर ने जीवन का श्वास फूका तब एक नई आत्मा पैदा हुआ। അതുകൊണ്ടാണ് ശലോമോൻ സഭാപ്രസംഗി 12 പറയുന്നത്, इसलिए शलोमोन वहाँ सभोपदेशक में कहता है,
ആത്മാവോ അതിനെ കൊടുത്ത ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. आत्मा जो मनुष्य को परमेश्वर ने दिया है वो परमेश्वर की ओर वापस लौट जाए. അപ്പോൾ ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല. इसका मतलब ये है कि आत्मा कभी भी नाश नहीं होता. ശ്രദ്ധിക്കണമെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാൻ ഒന്നുകൂടെ പറയട്ടെ. एक बार फिर से मैं बताना चाहता हूँ. മൃഗങ്ങൾക്ക് ആത്മാവില്ല. മൃഗങ്ങൾക്ക് मैं एक बार फिर बताना चाहता हूँ कि जो जानवर है उनको कोई आत्मा नहीं മൃഗങ്ങൾക്കോ होता. പക്ഷികൾക്കോ ഒന്നും ആത്മാവില്ല. जानवर या पक्षियों को आत्मा नहीं അത് होता. ജനിച്ചു മരിച്ചു തീർന്നു, ഫിനിഷ്. वो लोग का जन्म हुआ और मर गए, उनका खत्म. എന്നാൽ മനുഷ്യൻ എന്ന് പറയുന്ന അവന്റെ അകത്ത് ആത്മാവുണ്ട്. लेकिन मनुष्य के बारे में बताया तो मनुष्य के अंदर एक आत्मा है. ആത്മാവെന്ന് പറയുന്ന ദൈവിക അംശമാണ്. आत्मा का मतलब है कि परमेश्वर का अंश. അതുകൊണ്ടാണ് വചനം പറയുന്നത്, हाँ, इसलिए वचन कहता है ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ വില എന്ന് പറയുന്നത് മുഴുവൻ ലോകത്തെക്കാളും വലുതാണ്. इसलिए एक मनुष्य की आत्मा की जो कीमत है पूरी दुनिया से भी ज्यादा महंगी कीमत है. ദൈവമക്കളെ, നമ്മുടെ അകത്തെല്ലാം വിലപ്പെട്ട ഒരു ആത്മാവിരിപ്പുണ്ട്. हम सबके जीवन में एक परमेश्वर के तुल्य एक जिसकी कोई कीमत नहीं, ऐसी आत्मा सब में वास करती है. ആത്മാവിന്റെ വിലയ്ക്ക് നമുക്ക് വില തിട്ടപ്പെടുത്തുവാൻ जो കഴിയത്തില്ല. हमारी आत्मा है उसका कोई भी कीमत नहीं है. അപ്പോൾ ആത്മാവിന് വസിക്കുവാനുള്ള കൂടാരമാണ് ഈ ശരീരം എന്ന് പറയുന്നത്. मतलब जो आत्मा को रहने का एक स्थान है हमारा ഞാൻ शरीर. പറഞ്ഞു, ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല. मैंने कहा आत्मा कभी भी नाश नहीं പിന്നെ होता. നമ്മൾ മരിക്കുമ്പോൾ ആത്മാവിന് എന്താണ് സംഭവിക്കുന്നത്? फिर जब हम लोग मर जाते हैं तो आत्मा का क्या होता है? നമ്മൾ മരിച്ചു കഴിയുമ്പോൾ जब हम लोग मर जाते हैं, അറിയാവുന്നത് ഞാൻ വീണ്ടും പറയട്ടെ, पता है, फिर मैं एक बार फिर से कहना चाहता നമ്മൾ हूँ, ദൈവമക്കളായി ജീവിക്കുമ്പോൾ, जब हम परमेश्वर के बच्चे बनकर जीते हैं, ദൈവവചനമായി ജീവിക്കുമ്പോൾ, വചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ, जब हम इस वचन के अनुसार जीते हैं, ദൈവമക്കളെ നമ്മൾ മരിക്കുമ്പോൾ जब हम लोग मर जाते हैं, നമ്മുടെ ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് മാറിയിട്ട് हमारे शरीर से आत्मा अलग होकर, ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, एक बात और हम जान ഈ लें, ജീവനും അല്ലെങ്കിൽ അകത്തെ മനുഷ്യനും ആത്മാവ് ഒരുമിച്ച് നിൽക്കുകയാണ്. ये जो मनुष्य का शरीर और जीवन और आत्मा एक साथ मिलकर അത് रहते हैं, ഒരുമിച്ച് നിൽക്കുകയാണ്. वो एक साथ रहते हैं. അപ്പോൾ നമ്മുടെ ശരീരം മണ്ണിലേക്ക് അങ്ങ് തിരികെ ചേരും. जब हमारा शरीर है इस मिट्टी में वापस मिल जाता है, ഇത് കൂടാരമാണ്, ഇത് പൊളിയുവാനുള്ളതാണ്. ये जो तंबू है हमेशा टूटने की वस्तु है. അതുകൊണ്ട് ഇതിന് ഒത്തിരി മോടി പിടിപ്പിക്കല്ലേ. अ, ഞാൻ സഭകളിലൊക്കെ പറയാറുണ്ട്, ദൈവമക്കൾ എന്തെല്ലാമാണ് ശരീരത്തിൽ മനുഷ്യൻ കാട്ടിക്കൂട്ടി വെക്കുന്നത്. मैं कई बार कहता हूँ कि शरीर में क्या क्या मनुष्य इसके लिए करता है. അത് ഇയ്യോബിന്റെ 13 അവസാനത്തിൽ ഭക്തൻ എഴുതിയിരിക്കുന്നത് ഒന്ന് വായിച്ചു. ഇയ്യോബിന്റെ പുസ്തകം 13 അധ്യായം അതിന്റെ അവസാനത്തെ വാക്യം ഒന്ന് വായിച്ചിട്ട് അവിടെ എന്താണ് अय्यूब की എഴുതിയിരിക്കുന്നത്? किताब 13 अध्याय उसका आखिरी आयत हम पढ़े, वहां लिखा हुआ है, വായിച്ചു. ജനം ഈ ജനം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ചീഞ്ഞഴുകിയ വസ്ത്രം പോലെയും ചീഞ്ഞഴുകിയ വസ്ത്രം പോലെയും പുഴുവരിച്ച വസ്ത്രം വസ്ത്രം പോലെയും പോലെയും ഇരിക്കുന്നു. ഈ ശരീരത്തിന്റെ അവസ്ഥയെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. वहां पर एक मनुष्य के शरीर के बारे में बताया गया है. अय्यूब की किताब 12 अध्याय उसका 28 आयत में कि मैं सड़ी गली वस्तु के तुल्य हूँ जो नाश हो जाती है और कीड़ा खाए कपड़े के तुल्य हूँ. നിങ്ങൾ ശാന്തമായിട്ടിരുന്ന് വചനം കേട്ട് നിങ്ങൾ ചിന്തിക്കുക. इस वचन को शांत रूप से हम दिमाग से सोचें. ഇത് പുഴുവരിക്കുന്നതാണ്. इसका मतलब कीड़ा बैठने का शरीर है हमारा. ദൈവമക്കളെ, മനുഷ്യൻ ശരീരത്തിന് വേണ്ടി തനിക്ക് കിട്ടുന്ന നന്മയുടെ മുക്കാ പങ്കും ചെലവാക്കുന്ന ഈ ശരീരത്തിന് വേണ്ടിയാ. हम लोग या मनुष्य लोग जो मिलता है आधे से ज्यादा जो कीमत है अपने शरीर के लिए खर्च करते എത്ര हैं. ഭംഗി നമ്മൾ വർദ്ധിപ്പിച്ചാലും ദൈവമക്കൾ ഇതെല്ലാം ക്ഷയിച്ചു പോകുന്നതാണ്. हम कितना भी कोशिश करें कि हमारा शरीर कितना भी सुंदर क्यों न लगे, एक दिन ऐसा है हमारा അതുകൊണ്ട് शरीर नाश വചനം होगा. പറയുന്നത്, इसलिए वचन कहता है നമ്മുടെ സൗന്ദര്യം എന്ന് പറയുന്നത് कि हमारा जो सुंदरता है, നശിച്ചു പോകാത്ത അകത്തെ മനുഷ്യനായിരിക്കണം സൗന്ദര്യം എന്ന് പറയുന്നത്. एक सुंदरता जो है वो मनुष्य का अंदर का मनुष्य तो होना चाहिए जो कभी भी नाश नहीं होता. അകത്തെ മനുഷ്യന് സൗന്ദര്യം വേണം. जो शरीर के अंदर का मनुष्य है उसको അത് हमेशा सुंदर होना ഒരിക്കലും चाहिए. നശിക്കുന്നതല്ല. वो कभी भी नाश नहीं होता അപ്പോൾ है. പുറത്തെ മനുഷ്യനതിയെ മോടി പിടിപ്പിക്കരുത്. इसलिए जो बाहर का शरीर Yes. है इसके ऊपर ज्यादा ध्यान नहीं ഇത് देना. മണ്ണിലേക്ക് തിരികെ ചേരുന്നതാണ്. क्योंकि ये जो बाहर का शरीर है वो मिट्टी में वापस मिल जाएगा. നമ്മുടെ ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല. हमारी आत्मा कभी भी नाश नहीं होती. അപ്പോൾ നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് അവിടെ പോകുന്നു. इसलिए जब हम मरते हैं तो हमारी आत्मा कहाँ जाती എന്നാൽ है? പഴയ നിയമത്തിൽ യാക്കോബ് പറയുന്നു, लेकिन पुराने नियम में याकूब कहता है എന്റെ ആത്മാവിനെ നീ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറക്കുന്നു. कि मेरी जो आत्मा उसको दुख के साथ Yeah. पाताल में उतारता हूँ. യോസഫിന്റെ വേർപാടിനോടുള്ള ബന്ധത്തിൽ അത് കാണാതെ പോയ അവസ്ഥയെ കുറിച്ചാണ് താൻ പറയുന്നത്.
യോസഫ് മരിച്ചെന്ന് വിചാരിച്ചാണ് താൻ പറയുന്നത്. यूसुफ मर गया ऐसा सोचकर वो इस बारे में बताता है। മക്കൾ വന്ന് പറഞ്ഞു യോസഫ് മരിച്ചുപോയി. वहाँ बच्चों ने कहा कि यूसुफ मर गया है। ആ യോസഫ് അപ്പനുണ്ടാക്കി കൊടുത്ത വസ്ത്രമൊക്കെ രക്തത്തിൽ പുരണ്ടി അപ്പനെ കൊണ്ട് കാണിച്ചു. वो जो यूसुफ का वस्त्र है वो सब जो ब्लड से बढ़ा हुआ था वो उसके पिताजी ने आकर തനിക്ക് दिखाया। ദുഃഖം സഹിക്കാതെ പറയുന്നു, നിങ്ങൾ എന്റെ പ്രാണനെ ആത്മാവിനെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറക്കും. वहां पर जो पिताजी है वो सही नहीं सकते, ऐसा बोलता है कि मेरी आत्मा को तुमने पाताल की ओर भेज दिया है। അപ്പോൾ ഏതാണ് ഈ പാതാളം എന്ന് പറയുന്നത്? पाताल का मतलब क्या है? ഇതെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ये सब बात मैं पहले भी बता चुका हूँ। പഴയ നിയമ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ മരിക്കുമ്പോൾ जब पुराने नियम में जो भजन लिखने वाले उनकी जब मरते हैं उनकी आत्मा സ്വർഗത്തിലേട്ടല്ല പോകുന്നത്, स्वर्ग की ओर नहीं जाता है। ഭൂമിക്കടിക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന അബ്രഹാമിന്റെ മടി എന്ന് പറയുന്ന ഇടമാണ് ഈ പാതാളം എന്ന് പറയുന്നത്. पाताल का मतलब है कि इस भूमि के अंदर अब्राहम की गोद जो परमेश्वर ने तैयार किया है। ഈ പഴയ നിയമത്തിലെ ഭക്തന്മാർ മരിക്കുമ്പോൾ അവർ ആത്മാവ് പാതാളത്തിലാണ് പോകുന്നത്. पुराने नियम में जो भक्त लोग मरते थे जब वो पाताल में जाते थे। അതാണ് ലാസറിന്റെ ധനവാന്റെ കഥയിൽ കൂടെ യേശു വെളിപ്പെടുത്തിയത്. लाजर और धनवान की जो कथा या कहानी है उसके द्वारा परमेश्वर वही दिखाता है। ധനവാന്റെ ആത്മാവും പോയത് ഭൂമിയുടെ അടിയിലേക്ക് പാതാളത്തിലാണ്. धनवान की जो आत्मा है वो पाताल में गया। ആ പാതാളം എന്ന് പറയുന്നത് വേദനയുടെ സ്ഥലമാണ്. वो जो पाताल है वो एक दर्द की अवस्था है। അത് ധനവാൻ പറയുന്നുണ്ട്, धनवान वहां कहता है ഞാൻ കടന്ന് വേദനപ്പെടുകയാണ്, मिक्की में वहां पर पड़े पड़े मैं दर्द തനിക്ക് से ദാഹം സഹിക്കാൻ വയ്യ. वो जो दर्द है मैं सह नहीं सकता। അതുകൊണ്ട് ലാസറിനെ അയച്ചാൽ അവന്റെ വിരൽ തുമ്പുകൊണ്ട് അല്പം വെള്ളം തനിക്ക് കൊടുക്കണമെന്നാണ് പറയുന്നത്. इसलिए वो कहता है कि लाजर को जहाँ भेजा वहां उससे मुझे पानी पिलाने के लिए ഇന്ന് बोलो। സകല ദുഷ്ടന്മാരെ ആത്മാക്കൾ എവിടാണ് വസിക്കുന്നത്? आज दुष्ट लोगों की सभी जो आत्मा है वो वहीं वास അത് करती നരകമല്ല. है। वो नरक नहीं है। നരകത്തിൽ ആരെ ഇതുവരെ ഇട്ടിട്ടില്ല. नरक में अभी तक किसी को नहीं डाला है। നരകത്തിൽ അന്ത്യം അവസാന ന്യായവിധിയിലാണ് നരകത്തിൽ ഇടുന്നത്. जो नरक में डालते हैं वो न्याय करने के आखिरी दिनों में डाला जाता है। അതുവരെയും ദുഷ്ടന്മാരുടെ ആത്മാക്കൾ വേദന അനുഭവിക്കുന്ന യാതന സ്ഥലത്താണ് കടന്നു പോകുന്നത്. जब तक नरक में डाला नहीं जाएगा तब तक दुष्ट लोगों की आत्मा को दर्द सहने की अवस्था में डाला അന്ത്യ जाता है। ന്യായവിധി വരെ എവിടെ കടന്ന് വേദനപ്പെടുകയാണ്. न्याय आने के समय तक दुष्ट लोगों की आत्मा वहां पड़े पड़े दर्द അറിഞ്ഞ सहने। സത്യത്തെ മുറുകെ പിടിക്കുക, जिस सत्य के बारे में हमने जाना उसको हम कसम വിശുദ്ധിയിലും पकड़े। വേർപാടിലും ജീവിക്കുക. शुद्धता के साथ हम जीवित रहें। യേശു വരാറായി, पर यीशु मसीह का आने का समय आ गया। നഷ്ടപ്പെട്ടു പോകരുത്. हम उसको उस अवस्था को नष्ट न होने ഇനി दें। രക്ഷിക്കപ്പെടുവാൻ കഴിയത്തില്ല. अब हम उद्धार नहीं प्राप्त कर सकते। ഇപ്പോഴാകുന്നു രക്ഷയുടെ ദിവസം, ഇപ്പോഴാകുന്നു നല്ല സുപ്രസാദ കാലം എന്ന് പറയുന്നത്. उद्धार प्राप्त करने का समय अभी और इस वक्त है। ദൈവമക്കൾ ഇപ്പോൾ ഏത് പാപം ചെയ്താലും ദൈവത്തോട് കരയാം. यदि हमने पाप किया तो अभी हम परमेश्वर के सामने मान सकते ഏത് തെറ്റ് ചെയ്താലും ദൈവത്തോട് കരങ്ങി നിലവിളിച്ചു മടങ്ങി വരാം. हैं। जो भी हमने पाप किया है उसको हम परमेश्वर के सामने मुख मानकर वापस आए। തെറ്റ് ചെയ്ത ദാവീദ് 51 സങ്കീർത്തനത്തിൽ കടന്ന് കരങ്ങി നിലവിളിക്കുകയാണ്. दाऊद 51 भजन संहिता इस प्रकार लिखा है कि परमेश्वर के सामने रोकर गिड़गिड़ा रहा है। ദൈവമക്കളെ, തകർന്ന ഹൃദയത്തെ ദൈവം നിരസിക്കത്തില്ല. टूटे हुआ मन को परमेश्वर തകർന്നു നുറുകിയുള്ള देखता नहीं है। ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കത്തില്ല. जो टूटा हुआ मन है परमेश्वर उसको कभी भी उसकी ताड़ना नहीं करता। ദൈവമക്കൾ, നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ തകർന്നിരിപ്പുണ്ടോ? परमेश्वर के लोगों किसी भी चीज के लिए यदि നിങ്ങളുടെ आप दुखित ജീവിതത്തിൽ हैं, ഏതെങ്കിലും വിഷയത്തിൽ നീ തകർന്നിട്ടുണ്ടോ? या किसी भी चीज के लिए आप दुखित है, നിന്നെ ദൈവം തള്ളിക്കളയത്തില്ല. परमेश्वर आप लोगों को धकेलेगा नहीं। ആ ദൈവം നിന്നെ തള്ളിക്കളയത്തില്ല. परमेश्वर कभी भी आपको धकेलेगा നിന്റെ नहीं। തകരുന്ന വിഷയത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പീര്. जिस वस्तु से या जिस चीज से आप दुखित है वो परमेश्वर के നീ हाथों में सौंपो। ദുഃഖിക്കുന്ന വിഷയത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പീര്. जिस चीज से आप दुखित है वो परमेश्वर के നീ हाथ में सौंपो। ഭാരപ്പെടുന്ന വിഷയത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പീര്. जिस विषय से आप बाहर है दुखित है वो परमेश्वर के हाथ നിന്റെ में सौंपो। ഹൃദയം തകർന്നാൽ यदि आपका हृदय दुखित है, അന്യയുടെ ഹൃദയം തകർന്നു. हन्ना का हृदय दुखित हुआ, ദൈവം അവൾക്ക് ഉത്തരമരുളുവാനിടയായി തീർന്നു. परमेश्वर ने उसको उत्तर दिया। ആഗന്റെ ഹൃദയം തകർന്നു. आगार का हृदय दुखित था, ദൈവങ്ങൾക്ക് മരുഭൂമിയിൽ ഉത്തരം കൊടുത്തു. परमेश्वर ने उसे मरुभूमि पर उत्तर दिया। ദൈവമക്കളെ, ഹൃദയ നുറുക്കത്തോട് ദൈവത്തോട് നിലവിളിക്കുന്ന വിഷയത്തിന്മേൽ ദൈവത്തിന്റെ കരം ഇന്നല്ലെങ്കിൽ നാളെ ഇറങ്ങി വരും. टूटे हुए मन के साथ परमेश्वर को पुकारने वालों के सम्मुख परमेश्वर आज इनको उतारेगा। ദൈവമക്കളെ, ദൈവം നമ്മെ ഒരിക്കലും തള്ളിക്കളയുന്ന ദൈവമല്ല. परमेश्वर कभी भी हमें हटाने वाला धकेलने वाला അതുകൊണ്ട് नहीं। തകർന്ന ഹൃദയത്തോടുകൂടി ഈ നാളുകളിൽ നമുക്ക് ദൈവസന്നിലേക്ക് കടന്നു ചെല്ലാം. इसलिए टूटे मन के साथ हमेशा हम परमेश्वर की ओर बढ़े। അപ്പോൾ ദൈവമക്കളെ, വിശുദ്ധന്മാരുടെ പഴയ നിയമ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ പാതാള പറുദീസയിൽ പോയിരുന്നു. जब शुद्ध लोगों की जो आत्मा है वो पाताल में गया, എന്നാൽ യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് लेकिन प्रभु यीशु मसीह मरने
के पश्चात दफनाने के बाद തന്റെ ആത്മാവ് കല്ലറയ്ക്കകത്ത് തന്റെ ശരീരം ഇരിക്കുമ്പോൾ जब उस गुफा के अंदर परमेश्वर का शरीर रखा हुआ था, പത്രോസ് പറയുന്ന ആത്മാവിൽ പാതാൾ അതോ ലോകങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി. आत्मा के द्वारा उस पाताल की ओर उतर गया। ദൈവമേ, അവിടെ പല കാര്യങ്ങൾ നടന്നെങ്കിലും वहां पर कई बातें हुई तो भी ദൈവമക്കളെ അവിടെ നിന്ന് പഴയ വിശുദ്ധന്മാരുടെ ആത്മാക്കളെ യേശുവിന്റെ ഉയർപ്പിന്റെ ശേഷം ആമേ സ്വർഗീയ പർദീസയിൽ കൊണ്ട് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. वहां पर जो परमेश्वर के भक्त लोग सोए हुए थे, उनकी आत्मा को परमेश्वर के सम्मुख ले आकर പാതാള പർദീസ് അവസാനം പോയത് ക്രൂശിൽ കിടന്ന കള്ളൻ ഒരുവനാണ് പോയത്. उस पाताल में आखिरी में जो गया था प्रभु यीशु मसीह के साथ जो चोर को क्रूसित किया गया तो वो गया। യേശുവേ എന്നെ കൂടെ ഓർത്തുകൊള്ളണമെന്ന് പറയുമ്പോൾ जब उस चोर ने इस प्रकार कहता कि परमेश्वर मुझे भी याद നീ रखना, ഇന്ന് എന്നോടുകൂടെ പർദീസയിലിരിക്കും. वहां पर प्रभु ने इस प्रकार कहा था कि तू आज मेरे साथ അതിനുശേഷം ആരും ആ പർദീസയിൽ പോയിട്ടില്ല. उसके पश्चात उस जगह पर कोई नहीं गया। ഇന്ന് അവിടെ ശൂന്യമായി കിടക്കുകയാണ്. वहां पर आज शून्य ഇന്ന് था। മരിക്കുന്ന സകല വിശുദ്ധന്മാരുടെയും ആത്മാക്കൾ സ്വർഗീയ പർദീസയിലാണ് പോകുന്നത്. आज मरने वाले सभी शुद्ध लोगों की जो आत्मा है, അതുകൊണ്ടാണ് स्वर्ग में പൗലോസ് പറയുന്നത് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ വസിക്കുവാൻ. इसलिए पौलुस कहता है कि परमेश्वर के साथ वास करने के लिए Praise the Lord. ഇന്ന് നാം മരിച്ചാൽ നമ്മൾ ദൈവസന്നിധി നമ്മൾ വിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. यदि आज हम मरते हैं तो आज उसके बाद हम प्रभु परमेश्वर के सम्मुख विश्राम या हम आराम करेंगे। എന്നാൽ ഞാൻ പറഞ്ഞു ആത്മാവിന് മരണമില്ല. लेकिन जिस प्रकार मैंने कहा कि आत्मा को मृत्यु नहीं है, ഭക്തന്മാരുടെ ആത്മാവും ദുഷ്ടന്റെ ആത്മാവും ഇപ്പോൾ രണ്ടിടത്ത് വസിക്കുകയാണ്. दुष्ट की आत्मा और भक्त की आत्मा ऐसे दो जगह पर विश्राम कर रही है। നമ്മൾ വായിച്ച ഒരു വാക്യം കൂടെ വായിച്ചേക്കാം. आज हम पढ़े हुए वचन के एक आयत और पढ़ें। 90ന്റെ മൂന്നാമത്തെ വാക്യം വായിച്ചാട്ട്. भजन संहिता 90 का तीसरा आयत। വായിച്ചു 90ന്റെ മൂന്നാമത്തെ വാക്യം. तू मनुष्य को लौटाकर चूर करता है और कहता है कि हे आदमी लौट आओ। രണ്ട് കാര്യങ്ങൾ മലയാളത്തിൽ കൂടെ ഒന്ന് വായിച്ച്. मलयालम में മനുഷ്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാകട്ടെ. അതിനെ കുറിച്ചാണ് നമ്മൾ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. അടുത്തത് മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്ന് പറയുന്നു. वहां पर लिखा है कि हे आदमी लौट कर आ जाओ। ദാനിയേൽ 12:13 കാണുവാൻ നമുക്ക് കഴിയും. दानियल किताब 12वां अध्याय 13वां आयत में पढ़ सकते हैं ദാനിയേൽ ഇപ്പോൾ നീ പോയിക്കൊള്ളുക, कि दानियल तू अभी चला जा, എന്നാൽ കാലത്തിന്റെ അവസാനത്തിൽ लेकिन युग के अंत में നിന്റെ ഓഹരി ലഭിപ്പാൻ നീ എഴുന്നേറ്റ് വരും. तेरी वस्तु को प्राप्त करने के लिए तू वापस उठ कर അപ്പോൾ आएगा। ഈ വാക്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ जब ये वाक्य सब हम पढ़ते हैं, യേശു പറഞ്ഞു यीशु कहता है മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും जो मर गए हैं वो परमेश्वर की आवाज सुनेंगे, ആ ശബ്ദം കേൾക്കും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. उस शब्द को सुनकर जीवित उठने की एक अवस्था भी आएगी। അപ്പോൾ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. वहां पर हम देख सकते हैं कि पुनर्जीवन भी है। इस बारे में അത് बताया गया। എല്ലാ മനുഷ്യർക്കും ഉണ്ട് ഒരു രണ്ടാമത്തെ ജീവൻ എന്ന് പറയുന്നത്. दूसरा जीवन हर एक मनुष्य को भी है, ऐसा हम पढ़ सकते हैं। അത് ദുഷ്ടന്മാർക്കുമുണ്ട് ദൈവമക്കൾക്കുമുണ്ട്. वो दुष्ट लोगों को भी है, परमेश्वर के लोगों को भी है। കർത്താവ് വരുമ്പോഴാണ് ദൈവമക്കളെ നമ്മുടേതായിരിക്കുന്ന ആത്മാവ് സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. जब प्रभु इस भूमि पर आएगा तब हम लोगों की सबकी आत्मा स्वर्ग से भूमि पर आएगी। അന്ത്യമായിരിക്കുന്ന കാഹളനാദം കേൾക്കുമ്പോൾ जब आखिरी तुरही का शब्द सुनाई 1 देगा। തെസ്സലോനിക്കർ 4:16, पहला तुस्सलोनिकि 4 का 14, 1 കൊരിന്ത്യർ 15:52, पहला कुरिन्थियों 15 का 52, ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ये सब वाक्य हम पढ़ते हैं। ഇതാണ് അവസാന അന്ത്യകാഹളം എന്ന് പറയുന്നത്. और वहां पर जो आखिरी क्षणों के बारे में അവിടെ നടക്കുന്ന ഒന്നാമത്തെ കാര്യം वहां पर जो होने वाली पहली മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുകയാണ്. बात, जो मरे हुए पवित्र लोग हैं वो सब जीवित उठेंगे। അതാണ് 2 കൊരിന്ത്യർ 5:1 പൗലോസ് പറയുന്നത്. उसी के बारे में दूसरा कुरिन्थियों 5 का 1 में बताया गया है। കൂടാരമാകുന്ന तंबू रूपी ഈ ശരീരം ये जो शरीर है, ഇല്ലാതായാൽ जब ये नाश हो जाएगा, കൈപ്പണി അല്ലാത്ത കൈകൊണ്ട് ഉണ്ടാക്കാത്ത जो हाथ से नहीं बनाया गया है, എന്ന് പറഞ്ഞ ഈ ശരീരം കൈ കൊണ്ട് ദൈവത്തിന്റെ കൈ കൊണ്ടുണ്ടാക്കിയതാ. इसका मतलब ये जो शरीर है वो परमेश्वर के हाथों के द्वारा बनाया गया അപ്പോൾ കൈ കൊണ്ട് ഉണ്ടാക്കാത്ത इसका मतलब जो हाथों के द्वारा नहीं बनाया गया है, കൈപ്പണി അല്ലാത്തൊരു ഭവനം, ഒരു വീട്, ഒരു കെട്ടിടം എനിക്ക് ലഭിക്കാൻ പോകുകയാണ്. मतलब जो हाथों के द्वारा नहीं बनाया गया ऐसा घर या मकान, एक बिल्डिंग मेरे को मिलने वाला है। ദൈവമക്കൾ, അത് ദൈവത്തിന്റെ ശക്തിയാലാണ് നമുക്ക് ലഭിക്കുന്നത്. परमेश्वर की शक्ति के द्वारा हमें सब प्राप्त होगा। പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താലാണ് അത് ലഭിക്കുന്നത്. परमेश्वर की आत्मा के द्वारा हमें सब प्राप्त होने वाला है। ദൈവമക്കളെ, നമ്മുടെ ആത്മാവ് ഈ ഭൂമി
ഭൂമിയിൽ നമ്മൾ ഒരു ശരീരത്തിലേക്കാണ് ഇറങ്ങി വരുന്നത്. जो हमारी जो आत्मा है वो एक शरीर के द्वारा इस भूमि पर അപ്പോൾ उतर कर आया। കാഹളനാദം കേൾക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? तुरही की आवाज सुनेगा तब क्या होगा? മരിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ എവിടെയായിരുന്നാലും मरे हुए विशुद्ध लोगों का जो शरीर कहीं भी क्यों ना हो, അത് മൃഗങ്ങൾ തിന്നാലും അതിനെ ദഹിപ്പിച്ച് കളഞ്ഞാലും उसे चाहे दफनाए चाहे जलाया जाए, അത് കടൽ വീണ് നശിച്ചാലും चाहे वो समुद्र के अंदर गिरे, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ परमेश्वर की शक्ति से ഒരു ശരീരം ഉളവായി വരികയാണ്. एक शरीर के द्वारा वापस जीवित നമ്മുടെ उठेंगे। കർത്താവ് വന്നില്ലെങ്കിൽ हमारा प्रभु नहीं आया तो ഞാനും നിങ്ങളും മരിക്കും. मैं और आप मरेंगे। എന്നാൽ ഒരു കാഹളനാദം കേൾക്കുമ്പോൾ लेकिन जब एक तुरही की आवाज ഒരു ശരീരം നമുക്കുണ്ടാകാൻ പോവുകയാണ്. एक शरीर हम सबके लिए होने അത് वाला है। കൂടാരമല്ല, അത് കെട്ടിടമാണ്. वो एक तंबू नहीं, एक घर है। ദൈവമക്കളെ, പ്രത്യാശയുള്ളവരായി ദൈവസന്നിധിയിലിരിക്കുക. परमेश्वर के लोगों आशा के साथ परमेश्वर को കഷ്ടങ്ങൾ बैठो। സാരമില്ല, കണ്ണുനീർ സാരമില്ല. दुख या आंसू कोई बात नहीं है। ദൈവമക്കൾ, ഒരു കെട്ടിടം നമുക്ക് ലഭിക്കാൻ പോകുകയാണ്. एक घर हम सबको मिलने ആ वाला है। കെട്ടിടം ഒരിക്കലും നശിക്കത്തില്ല. ये जो घर है कभी विनाश नहीं होगा। ശ്രദ്ധിക്കണമേ, നമ്മുടെ ഭാവി പ്രത്യാശയെ കുറിച്ച് നിങ്ങൾ കേൾക്കണമേ. हम समय ध्यान दे रहे हैं कि हमारी आने वाली प्रत्याशा, നിങ്ങളുടെ ഭാവിയെ കുറിച്ച് നിങ്ങൾ പ്രത്യാശയുള്ളവരായിരിക്കുക. हमारी आने वाली आशा के बारे में ഈ बताइए। ലോക ജീവിതം കൊണ്ട് എന്റെ ജീവിതം അവസാനിക്കുന്നില്ല. योग के जीवन के साथ में मेरा जीवन नाश नहीं होगा। മണ്ണ് കൊണ്ടുണ്ടാക്കിയ ശരീരം മാറിയിട്ട് मेरा जो ये मिट्टी के द्वारा बनाया वो शरीर नाश എന്റെ नहीं होगा। യേശുവിനെ പോലുള്ള ശരീരം എനിക്ക് ലഭിക്കാൻ പോകുകയാണ്. मेरे यीशु के समान जीवन मुझे मिलने वाला है। ദൈവമക്കളെ, 1 കൊരിന്ത്യർ പൗലോസ് പറയുന്ന 15-ാം അധ്യായത്തിൽ परमेश्वर लोगों पहला कुरिन्थियों किताब में लिखा हुआ है, മണ്ണ് കൊണ്ട് ഉള്ളവന്റെ പ്രതിമ എന്ന് പറഞ്ഞാൽ ആദാമിന്റെ പ്രതിമ നാം ധരിച്ചതുപോലെ मिट्टी के द्वारा बनाए गए शरीर के द्वारा സ്വർഗീയന്റെ പ്രതിമ യേശുവിന്റെ ശരീരം നമ്മൾ ധരിക്കാൻ പോകുകയാണ്. परमेश्वर है यीशु मसीह का शरीर हमें प्राप्त होने वाला ഒന്ന് है। ആത്മാവിലൊന്ന് കണ്ടു നോക്കിക്കേ ദൈവ പൈതല്, ആത്മാവിലൊന്ന് കാണുക. ആത്മാവേ एक बार देख, നമ്മളെല്ലാവരും മരിച്ചു. हम लोग एक बार आत्मा में सोचे कि हम लोग मर गए। ആ ദൈവമക്കളെ, നമ്മളിപ്പോൾ മണ്ണിന്റെ അടിയിൽ വിശ്രമിക്കുകയാണ്. हम लोग सभी मिट्टी के अंदर सो रहे हैं। എന്നാൽ അന്ത്യമായിട്ട് ഒരു കാഹളനാദം മുഴങ്ങുമ്പോൾ जब आखिरी तुरही की आवाज सुनाई ഓ देगी, ആയിരം ആയിരം വിശുദ്ധന്മാർ हजारों हजारों पवित्र परमेश्वर ഇനി के लोग, ലോകത്തിൽ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവമാണ് इस दुनिया में होने वाली एक बहुत बड़ी चीज യേശു है, ക്രിസ്തുവിന്റെ വരവും प्रभु यीशु मसीह का आगमन, ആ വിശുദ്ധന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പും. परमेश्वर के लोगों का जी उठना। ആയിരം ആയിരം ദൈവമക്കളെ, ഹല്ലേലൂയ, ഹാബേൽ തുടങ്ങി മരിച്ച വിശുദ്ധന്മാർ. पुराने जमाने से जो परमेश्वर के लोग मरे थे, ആദ്യം മരിച്ച വിശുദ്ധൻ ആബേൽ, അതുകൊണ്ട് ആബേലിന്റെ പേര് പറഞ്ഞത്. सबसे पहले जो शुद्ध लोग मरे थे वो हाबेल था, इसीलिए हाबेल का नाम। ദൈവമക്കളെ, കർത്താവ് യേശുവിന്റെ വരവ് വരെയോ परमेश्वर के आगमन था। ലക്ഷോപലക്ഷം വിശുദ്ധന്മാർ മരിച്ചടക്കപ്പെട്ടു. परमेश्वर के लोग जो दफनाए गए हैं, സ്വർഗീയ പർദീസിൽ ആത്മാക്കൾ വിശ്രമിക്കുകയാണ്. परमेश्वर के समय वो सब आराम कर रहे हैं। അന്ത്യകാലം മുഴങ്ങുമ്പോൾ आखिरी तुरही की आवाज सुनाई, ലക്ഷോപലക്ഷം ആത്മാക്കൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. लाखों लोग परमेश्वर के लोग जो इस भूमि पर उतर आए हैं। ബോഡിയിൽ നിന്നൊരു ശരീരം എഴുന്നേറ്റ് വരികയാണ്. भूमि से एक शरीर उठकर आ रहा है। കല്ലറകൾ തുറക്കാൻ പോകുകയാണ്. जो गुफाएं या दफनाने की जगह से മരിച്ച खुलने वाला है। വിശുദ്ധന്മാർ എഴുന്നേൽക്കാൻ പോകുകയാണ്. मरे हुए परमेश्वर को जीव ആ ശരീരത്തിലേക്ക് ഓരോരുത്തർ ദൈവം നിർമ്മിച്ച ആ കെട്ടിടത്തിലേക്ക് ആത്മാവ് വസിക്കൂ. परमेश्वर द्वारा बनाया गया उस घर में आत्मा वास करने वाली। ജി അന്ന് നമ്മൾ മരിച്ചില്ലെങ്കിൽ यदि उस समय हम नहीं ഈ मरेंगे, ശരീരത്തിന് രൂപാന്തരം വരും. इस शरीर को एक चेंज आएगा या बदलाव होगा। ദൈവമക്കളെ, യേശുവിന്റെ ശരീരം പോലെ ആയിത്തീരാൻ പോകുകയാണ്. यीशु के शरीर के समान होने वाला എന്നിട്ട് है। രണ്ട് കൂട്ടരുടെ ആകാശ മേഘങ്ങളിലേക്ക് പറന്നുയരാൻ പോകുകയാണ്. उसके बाद दो लोग आकाश की ओर उड़ने वाले हैं। അന്ന് നമ്മളൊരു പാട്ട് പാടും. उस समय हमें गाना അത് गाएंगे। 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന് 52 താഴോട്ട് വായിക്കുമ്പോൾ അവിടെ ഒരു പാട്ട്, മരണത്തെയും പാതാളത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് നമ്മൾ പറന്നുയരാൻ പോകുകയാണ്. कुरिन्थियों किताब में लिखा है कि हम एक गाना गाते हुए എത്ര वहां से പേരകത്തി പ്രത്യാശയുണ്ട്. कितने लोगों के जीवन में ഓ, ऐसी आशा എന്റെ है യേശു വരും. कि मेरा प्रभु आने वाला है। നമ്മുടെ മരിച്ച പിതാവിനെ കാണാം. हम अपने मरे हुए पिता को हम देख सकते हैं। ഇതാ ദൈവജനത്തിന്റെ പ്രത്യാശ എന്ന് പറയുന്നത്. ये परमेश्वर की लोगों की आशा है എന്റെ പിതാവ് മരിച്ചുപോയി, कि मेरे पिता जो मर गए हैं, ചില വർഷങ്ങളായി. कुछ साल हो गए हैं, സത്യം പറയാൻ ഞാൻ കരഞ്ഞില്ല. और सत्य रूप से बताओ तो मैं रोया नहीं। ആ മാനുഷ്യമായ അല്പം കണ്ണുനീരിങ്ങനെ വന്നെങ്കിലും एक मानुषिक रूप से एक आंसू जरूर आए होंगे, ഞാൻ കരഞ്ഞില്ല. लेकिन मैं रोया नहीं। എന്റെ അകത്ത് വലിയ പ്രത്യാശയാണ്. मेरे अंदर एक आशा है എന്റെ ഫാദർ എന്നെ ഞാൻ കാണും, कि मेरे पिता को एक दिन में जरूर देखूं। നിന്റെ മാതാവിനെ നീ കാണും.
मेरी माता को मैं एक दिन जरूर നിന്റെ देखूंगा, സഹോദരങ്ങളെ നീ കാണും, मेरे भाई को मैं एक दिन നിന്റെ देखूंगा, കുഞ്ഞുങ്ങളെ നീ കാണും. तेरे बच्चों को एक दिन ഇതാ देखेंगे। ദൈവജനത്തിന്റെ പ്രത്യാശ എന്ന് പറയുന്നത്. यही परमेश्वर के लोगों की एक आशा है, ഇതാ ദൈവജനത്തിന്റെ പ്രത്യാശ എന്ന് പറയുന്നത്. यही है परमेश्वर के लोगों की एक आशा, അതാണ് യേശു ക്രിസ്തുവിലെ സമാധാനം എന്ന് പറയുന്നത്. यही प्रभु यीशु मसीह का समाधान है। അങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ऐसे ही हमेशा हम प्रभु परमेश्वर के साथ रहे, ഇതാണ് ദൈവമക്കളെ നമ്മുടെ പ്രത്യാശ. यही परमेश्वर के लोगों हम सबकी आशा है। ദുഷ്ടന്മാരുടെ ആത്മാക്കൾ എപ്പോഴാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്? ദുഷ്ടന്മാരുടെ ആത്മാക്കൾ जो दुष्ट की आत्मा है, അല്ലെ, അവർക്ക് എപ്പോഴാണ് ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കുന്നത്? या फिर वो कब जी उठेंगे? യേശു വന്നതിന് ശേഷം यीशु मसीह के आने के पश्चात 1007 വർഷം കഴിയുമ്പോൾ, 1007 साल के पश्चात, 1007 വർഷം കഴിയുമ്പോൾ, 1000 साल के बाद, 1000 ആണ്ട് വാഴ്ച കഴിയുമ്പോൾ, 1000 जब साल परमेश्वर दुनिया വെളിപ്പാട് पर वास പുസ്തകം करेगा, 20-ാം അധ്യായം മറ്റും പഠിക്കുമ്പോൾ प्रकाशित वाक्य 20वां अध्याय पढ़ेंगे। മരിച്ചവർ ആബാലവൃത്തം, മരിച്ചവരെല്ലാവരും ഒന്ന് വായിച്ചു. നമ്മൾ ഒത്തിരി വായിച്ചോട്ടോ വാക്യമാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് വായിച്ചാട്ടെ. हम पढ़ेंगे प्रकाशित वाक्य 20वां अध्याय, ഇവിടെ 20-ന്റെ ഞാൻ നോക്കട്ടെ. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം प्रकाशित वाक्य 20वां अध्याय, അതിന്റെ 11-ാമത്തെ വാക്യം उसका 11वां आयत। അതിലിരുവർ വെള്ള സിംഹാസനവും ആ അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. ആ അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി. 13 വായിച്ച സമയമില്ല. 13. 13वां आयत पढ़ेंगे। സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ആ മരണവും പാതാളവും തന്നിലുള്ള ഇവിടെ എഴുതിയിരിക്കുന്നു, സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു वहां पर लिखा है कि समुद्र ने उन मरे हुओं को जो उसमें थे दे दिया। എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ നശിച്ച നോഹയുടെ കാലഘട്ടം തൊട്ട് വെള്ളത്തിൽ നശിച്ച എല്ലാവരെയും സമുദ്രം തിരികെ കൊടുത്തു. इसका मतलब है कि नूह के समय में भी जो पानी में डूबकर जो लोग मर गए थे, ഇവിടെ उसको समुद्र में എഴുതിയിരിക്കുന്നു, वापस दे दिया। മരണവും പാതാളവും തങ്ങളിലുള്ളവരെ ഏൽപ്പിച്ചു കൊടുത്തു. वहां पर लिखा है मृत्यु और अधोलोक ने उन मरे हुओं को जो उनमें से दे എന്താണ് दिया। അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്? इसका मतलब क्या है? ഇവിടെ മരണമെന്ന് പറയുന്നത് यहाँ पर मृत्यु को मतलब ദൈവമക്കളെ ദുഷ്ടന്മാരുടെ ആത്മാക്കൾ വസിക്കുന്ന ശവക്കുഴിയെ കുറിച്ചാണ് പറയുന്നത്. यहाँ पर दुष्ट लोगों को मरने के पश्चात जो आत्मा रहती है उसके बारे में बताया। പാതാളം എന്ന് പറയുന്നത് अधोलोक का അവർ मतलब ആത്മാവ് വസിക്കുന്ന യാതന സ്ഥലത്തെ കുറിച്ചാണ് പറയുന്നത്. अधोलोक मतलब कि जो मरे हुए दुष्ट लोगों की आत्मा का रहने का അപ്പോൾ स्थान है। മരണവും പാതാളവും इसका मतलब मृत्यु और अधोलोक തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. उनमें मरे हुए को भी उसमें से उन्हें दे दिया है। ഓരോരുത്തർക്ക് അവനവന്റെ പ്രവൃത്തികൾ കടുത്ത വിധിയുണ്ടായി. उनमें से हर एक के कर्मों के अनुसार उनका न्याय किया गया। മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്യിൽ തള്ളിയിട്ടു. मृत्यु और अधोलोक भी आग की झील में डाले गए। ദൈവമക്കളെ, ഇതാണ് രണ്ടാമത്തെ മരണം അഥവാ തീപ്പൊയ്ക, നരകം എന്ന് പറയുന്നത്. परमेश्वर यही है दूसरे आगमन मतलब आग की झील। तो यही है അവിടെ दूसरी मृत्यु। നിത്യം 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 അവിടുത്തെ വചനം പറയുന്ന അവിടുത്തെ തീ ചാകുന്നില്ല. वहां पर कि कभी भी वहां की जो आग है वो मरती അവിടുത്തെ नहीं है। പുഴു ചത്തുപോകത്തില്ല, തീ കെടുന്നില്ല. वहां की जो आग है कभी भी नहीं बुझती है। അതേ പുഴുക്കളെ യേശയ്യാ പറയുന്ന പുഴുക്കളെ മെത്തയായി വിരിച്ചിരിക്കുകയാണ്. वहां पर लिखा है कीड़े लोगों को एक गद्दे के समान वहां बिछाया गया है। നരകത്തെ കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ ഭയാനകമാണ്. मतलब नरक के बारे में चिंता करना ही एक बहुत दिक्कत वाली बात है। ഈ ആയുസ് കർത്താവിന് വേണ്ടി ജീവിക്കാം. इस हफ्ते हम परमेश्वर के लिए हम जिए। കഷ്ടങ്ങൾ സാരമില്ല, कष्ट है वो कोई दिक्कत वाली കണ്ണുനീർ बात സാരമില്ല, नहीं। जो आंसू है कोई बात नहीं, വേദനകൾ സാരമില്ല. दर्द कोई बात नहीं। ഒരു നിത്യ തേജസ് നമുക്ക് ലഭിക്കാൻ പോകുകയാണ്. एक नित्यता का तेजस हमें मिलने वाला है। നിത്യനായ ദൈവത്തോടുകൂടെ एक नित्य रूपी प्रभु के साथ നിത്യയുഗങ്ങൾ एक नित्य जो है हमेशा का जो युग है നമ്മൾ വാഴാൻ പോകുക. हम लोग वहां पर वास करने वाले हैं। ദുഷ്ടന്മാരെന്തിയെ दुष्ट लोग कहाँ है? യാതന അനുഭവിക്കുകയാണ്. वो एक याचना याद दर्द सह रहे हैं। ദൈവമക്കളെ തീക്കനൽ അങ്ങോട്ട് നിരത്തിയിട്ടിട്ട് जो आग के अंगार है वो बिछाए हुए ആ हैं। ഒരു കൂട്ടം മനുഷ്യരെ അങ്ങ് അടക്കിയിട്ട് कुछ लोगों को वहां पर लिटाकर അങ്ങനെ ഒരു കാഴ്ചപ്പാട് അതിന്റെ മണ്ടയിൽ തീ ഇട്ടിട്ട് उसको फिर आग डालकर തീ കൊണ്ട് ഉപ്പിടുമെന്ന് എഴുതിയിരിക്കുന്നത്. मतलब मतलब जो आग के अंदर नमक डालना ऐसा लिखा है। എന്ന് പറഞ്ഞാൽ ദൈവമക്കളെ തീ ജ്വാലയിൽ കടന്ന മനുഷ്യൻ വെന്ത് നീറാൻ പോകുകയാണ്. मतलब जो मनुष्य है वो उस आग में जलकर राख या जलने वाला वो മരിക്കത്തില്ല. आदमी मरेगा नहीं। നിത്യം 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 എന്ന് അവിടെ കിടന്ന് യാതന അനുഭവിക്കുമ്പോൾ जो हमेशा हमेशा वहाँ लटकर जब वो दर्द सहता है, ഏത് വേണം തിരഞ്ഞെടുക്കുക? अब क्या चाहिए हमें चुनना है। ഏത് നിത്യത വേണം? हमें क्या चाहिए हमें चुनना है। അത് വചനം പറയുന്നു. वचन कहता है ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് परमेश्वर ने मनुष्य की सृष्टि कर നിത്യത അവന്റെ ഉള്ളിലാക്കിയിരിക്കുക. नित्यता उसके अंदर वास किया है। നിത്യത ഹൃദയത്തിൽ ദൈവം തന്നിരിക്കുക. जो नित्यता है वो हृदय में दिया है। ഏത് വേണം തിരഞ്ഞെടുക്കുക? हमें क्या चाहिए हमें चुनना है। ഏത് വേണം തിരഞ്ഞെടുക്കുക? हमें क्या चाहिए चुनना അതേ है। ദൈവമക്കളെ,
കർത്താവ് നമ്മെ ചേർക്കുവാൻ കടന്നു വരാൻ പോവുകയാണ്. परमेश्वर के लोगों, परमेश्वर हमें साथ मिल जाने वाला അതേ है। മരിച്ച മനുഷ്യപുത്രന്മാരെ തിരികെ വിളിക്കാൻ പോവുകയാണ്. मरे हुए लोगों को परमेश्वर अपने साथ बुलाने നാം वाला है। പ്രതിഫലം വാങ്ങിക്കാൻ പോവുകയാണ്. प्रतिफल हम लेने जा रहे हैं। അതേ കുഞ്ഞാടിന്റെ കാന്തയായി നാം വാടാൻ പോവുകയാണ്. मेमने के रूप में हम जीने वाले हैं। നിത്യം നിത്യം കർത്താവിനോടുകൂടി വസിക്കാൻ പോവുകയാണ്. हमेशा हमेशा हम परमेश्वर के साथ रहने ഈ वाले हैं। വചനം കൊണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. इस वचन के द्वारा परमेश्वर हमें ഇനി आशीष ഒത്തിരി കാര്യങ്ങൾ പറയുവാനുണ്ട്. दे। मुझे बहुत सी बातें कहने के लिए बारह बजने वाले इसलिए मैं इधर खत्म करना चाहता है. प्रेज़ लॉर्ड. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. परमेश्वर हम सबको आशीष दे।